മോർണിംഗ്. ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ് പലർക്കും. അതുകൊണ്ട് തന്നെ ചിലർ ഉറക്കമായിരിക്കും, ചിലർ രാവിലെ തന്നെ വാർത്തകൾ എന്തൊക്കെയാണ് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ നിൽക്കുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കും. എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. പക്ഷേ രാവിലെ തുടങ്ങുന്ന വളരെ സന്തോഷത്തോടു കൂടിയല്ല. കേരളത്തിലുടനീളം ശക്തമായ മഴ പെയ്യുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാവുകയാണ്. ഇന്നും ശക്തമായ മഴയ്ക്കുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഒരു മരണം സംഭവിച്ചു. ഒരു ബൈക്ക് യാത്രികനാണ് മരണപ്പെടുകയും ചെയ്തത്. പേമാരിയാണ് ഇടുക്കിയിലെന്ന് പറയാം. കേരളത്തിലൊട്ടാകെ തന്നെ ദുരിത പെയ്ത്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മഴയുടെ സാഹചര്യത്തിൽ. അങ്ങനെ കാലാവസ്ഥ ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. 5 ജില്ലകളിലോളം ഓറഞ്ച് അലേർട്ട് നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. ഇന്നും ശക്തമായ മഴയ്ക്ക് സാഹചര്യം നിലനിൽക്കുകയാണ്. നമുക്ക് കാലാവസ്ഥാ റിപ്പോർട്ടിലേക്കൊക്കെ പോകണം. കേരള രാഷ്ട്രീയത്തിൽ നോക്കുമ്പോഴേക്കും ജി സുധാകരൻ CPM വേദിയിലേക്ക് എത്തുകയാണ് വിവാദങ്ങൾക്കൊടുവിൽ എന്ന് വേണം തന്നെ പറയാൻ. വേദിയിൽ പാർട്ടി സെക്രട്ടറി MA ബേബി ഉണ്ടാവും, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉണ്ടാവും. ജില്ലാ സെക്രട്ടറി നേരിട്ട് വിളിച്ച് ജി സുധാകരനോട് ക്ഷണിച്ചതിന് ശേഷമാണ് വിവാദങ്ങൾക്കൊടുവിൽ ജി സുധാകരൻ അങ്ങനെ CPM വേദിയിലേക്ക് എത്തുന്നത് എന്നൊരു സാഹചര്യം. നാഷണൽ വാർത്തകളിലേക്ക് നോക്കുകയാണെങ്കിൽ മഹാസഖ്യത്തിൽ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അമിത്ഷാ ചിരാഗ് പാസ്വാൻ തമ്മിലുള്ള ഒരു ചർച്ചയൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയും ചെയ്തു. BJPയിലും പ്രതിസന്ധികൾ നിൽക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു NDAയിൽ അങ്ങനെ ഒരു സാഹചര്യം കൂടി നിൽക്കുന്നുണ്ട്. അമേരിക്കയിലേക്ക് പോകുമ്പോഴേക്കും നോ കിങ്സ് മാർച്ച്, അതാണ് കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. ഏകദേശം 5000-ഓളം റാലികൾ നടക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ, 50 സംസ്ഥാനങ്ങൾ ആയി ലക്ഷക്കണക്കിന് ആളുകളാണ് ട്രംപിൻ്റെ ഭരണത്തിനെതിരെ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. എന്തായാലും നോ കിങ്സ് മാർച്ച്, ആ ഒരു ട്രംപിൻ്റെ ഭരണത്തെ അതിശക്തമായ രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം അമേരിക്കയിൽ ഉണ്ടാകുന്നത്. കായിക വാർത്തകളിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഓസ്ട്രേലിയ, നമ്മൾ അമേരിക്കയിൽ നിന്ന് മാറി ഇന്ത്യ ഓസ്ട്രേലിയ മാച്ച് നടക്കുകയാണ്. എന്ന് ഏകദിന മത്സരമാണെന്നാണ് നടക്കുന്നത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇന്ത്യൻ ജേഴ്സിയിലേക്ക് തിരികെ എത്തുന്ന മത്സരം. രോഹിത് ആവട്ടെ അങ്ങനെ ക്യാപ്റ്റൻസി ബാൻഡൊക്കെ അഴിച്ചു വിട്ടിട്ട് ഒരു വളരെ ഫ്രീ ആയിട്ട് ഏകദിനം കളിക്കാനുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ശുഭ്മൻ ഗില്ലിന് ഇന്നത്തെ ഏകദിന മത്സരം വളരെ നിർണായകമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യ ഏകദിന മത്സരമാണ്, ക്യാപ്റ്റനായി എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാർത്തകളിലേക്കൊക്കെ നമുക്ക് വരണം. SIT കഴിഞ്ഞ ദിവസം 8 മണിക്കൂറോളം പരിശോധന നടത്തി സ്വർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ, നിർണായകമായ രേഖകൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മുരാരി ബാബുവുമൊത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യം കൂടി നിൽക്കുകയാണ്. അങ്ങനെ ഒട്ടനവധി വാർത്തകൾ ഇന്ന് ഞായറാഴ്ച ഉണ്ട്. നമ്മളെല്ലാം ഓരോന്ന് വിശദമായി തന്നെ പോകുന്നൊരു സാഹചര്യം, കൂട്ടത്തിൽ ഒരു അതിഥിയും കൂടി ഉണ്ടാകും. എന്തായാലും ആദ്യം തലക്കെട്ടുകളിലേക്ക്. ഇടുക്കിയിൽ പേമാരി, ഒരു മരണം. മലവെള്ളം കുതിച്ചെത്തി കുമളിയിലും സമീപത്തും വെള്ളം കയറി. കട്ടപ്പന കുമളി റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സം. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നു. വടക്കൻ മധ്യ കേരളത്തിൽ മഴ കനക്കും. മലപ്പുറം, കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. നാളെ 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. അമേരിക്കയിൽ ട്രംപിനെതിരെ വൻ പ്രതിഷേധം. നോ കിങ്സ് എന്ന പേരിൽ ജനങ്ങൾ തെരുവിൽ. രാജ്യവ്യാപകമായ 2500 റാലികളും പ്രതിഷേധ യോഗങ്ങളും. ട്രംപ് ജനാധിപത്യവും ഇല്ലാതാക്കുന്നുവെന്ന് പ്രതിഷേധക്കാർ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് നിർണായക രേഖകൾ. SITയുടെ 8 മണിക്കൂർ പരിശോധനയിൽ കിട്ടിയത് ഹാർഡ് ഡിസ്കും സ്വർണവും പണവും. മുരാരി ബാബുവിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കും. ബീഹാറിൽ പ്രതിസന്ധി തീരാതെ മഹാസഖ്യം. അട്ടിമറിക്കുന്നത് RJD ആണെന്ന് കോൺഗ്രസ്. മലപ്പുറം കുറ്റിപ്പുറം പെരുമ്പറമ്പിൽ വാഹനാപകടത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. അപകടം ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച്. മരിച്ചത് എടച്ചലം സ്വദേശി റസാഖും പാണ്ഡികശാല സ്വദേശി ശ്യാമും. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി മാജിക് കാണാൻ ക്രിക്കറ്റ് ലോകം. ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് ശേഷം ഇരുവരും ഇന്ന് ഓസ്ട്രേലിയക്കെതിരെ. ശുഭ്മൻ ഗില്ലിന് നായകനായി അരങ്ങേറ്റം. ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം രാവിലെ 9 മണിക്ക് പെർത്തിൽ.
യെസ്, തിരികെ വാർത്തകളിലേക്ക് നമ്മൾ തുടങ്ങുകയാണ്. ഇന്നത്തെ ദിവസം പറഞ്ഞതുപോലെ തന്നെ മഴ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം തന്നെ വളരെ ശക്തമായ രീതിയിൽ മഴ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഇടുക്കിയിലൊക്കെ. പക്ഷേ ഇന്നലെ ഒരു മരണം ഇടുക്കിയിൽ ഉണ്ടാകുന്നു. പേമാരിയാണ് ഇടുക്കിയിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാനം ഒട്ടാകെ തന്നെ കനത്ത മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. വടക്കൻ മധ്യ കേരളത്തിൽ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. വിവരങ്ങളുമായി സുവി ചേരുകയാണ്. സുവി, സംസ്ഥാനം ഒട്ടാകെ തന്നെ ശക്തമായ രീതിയിൽ മഴ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇന്നും പല ജില്ലകളിലും രാവിലെ മുതൽ തന്നെ മഴയുടെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. മഴ ശക്തമായി തന്നെ പെയ്യുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നലെ ഇടുക്കിയിൽ നമ്മൾ ഒരു സാഹചര്യം കൂടി കണ്ടതാണ്. ഇന്നത്തെ അലേർട്ടുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ മാത്രമല്ല, ഇപ്പോൾ തീരദേശ മേഖലയിൽ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ്? ഹരി, മഴ സംസ്ഥാനത്ത് തുടരുന്നു എന്ന വാർത്തയാണ് നമുക്ക് ഈ നിമിഷം പങ്കുവെക്കാനുള്ളത്. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം മഴയുണ്ടാകുമെന്നാണ് ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും മഴ കനക്കും എന്ന മുന്നറിയിപ്പാണുള്ളത്. 4 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. 11 ജില്ലകൾക്കും കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 4 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. അതായത് ഈ മേഖലകളിൽ അതിശക്തമായ മഴ പെയ്യും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ഭാഗങ്ങളിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തുടരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഒപ്പം തന്നെ മറ്റ് ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിലെല്ലാം തന്നെ യെല്ലോ അലേർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. ഈ ഭാഗങ്ങളിലും മഴയുണ്ടാകും എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അറബിക്കടലിന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഈ മഴയ്ക്ക് കാരണമായിരിക്കുന്നത്. ഇന്നലെ ഈ ന്യൂനമർദ്ദം അതിശക്തമായ ന്യൂനമർദ്ദമായിരുന്നു. അത് ഇന്ന് തീവ്ര ന്യൂനമർദ്ദമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതുകൊണ്ടാണ് മഴ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ബംഗാൾ ഉൾക്കടലിന് മുകളിലും തീവ്ര ന്യൂനമർദ്ദം രൂപം കൊണ്ടിട്ടുണ്ട്. മാന്നാർ കടലിടുക്കിന് മുകളിലും തീവ്ര ന്യൂനമർദ്ദം ഉണ്ടായിട്ടുണ്ട്. അവിടെ ചക്രവാത ചുഴിയുടെ സാന്നിധ്യമുണ്ട്. ഇതിൻ്റെ എല്ലാം സ്വാധീന ഫലമായാണ് ഇപ്പോൾ മഴ ശക്തമാകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഏർപ്പെടുത്തിയ മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. ജനങ്ങൾ ജാഗ്രത പുലർത്തണം എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ഏതായാലും വലിയ നാശനഷ്ടങ്ങൾ ഇപ്പോൾ മറ്റ് ജില്ലകളിലൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ. എന്നാലും ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങളും വെള്ളപ്പൊക്കങ്ങളും വെള്ളം കെട്ടി നിൽക്കലും എല്ലാം തന്നെ മറ്റ് ജില്ലകളിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും 11 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ശക്തമായ രീതിയിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും പേമാരി പോലൊരു സാഹചര്യം ഉണ്ടാവുന്നതായിട്ട് മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ തുടർന്നുള്ള എത്ര ദിവസങ്ങളിൽ ഈ ഒരു മഴ ശക്തമാവാനൊരു സാഹചര്യം ഉണ്ടെന്നാണ് പ്രവചനങ്ങൾ? ഹരി, അടുത്ത 5 ദിവസത്തേക്ക് ഈ മഴ ഇങ്ങനെ തുടരാനുള്ളൊരു സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഇത് തുലാവർഷമല്ല, പകരം ന്യൂനമർദ്ദമാണ് എന്നാണ് ന്യൂനമർദ്ദം രൂപം കൊണ്ടതുകൊണ്ടാണ് ഈ മഴ ഉണ്ടായത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. 5 ദിവസത്തേക്ക് ഈ ഒരു സാഹചര്യം തുടരാം. ഏതായാലും വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും മഴ കനക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ആലപ്പുഴ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഴയ്ക്കുള്ള സാധ്യതയില്ല. പക്ഷെ ചെറിയ തോതിൽ മഴയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇടിയോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളോട് ജാഗ്രത പാലിക്കണം. മത്സ്യത്തൊഴിലാളികൾക്കുള്ള വിലക്ക്, അതായത് കടലിൽ പോകരുത് എന്ന വിലക്ക് തുടരുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും മഴ ശക്തമാകുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. ഈ ഒരു സാഹചര്യം നിലവിലെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ അറിയിപ്പനുസരിച്ച് ഈ ഒരു സാഹചര്യം അടുത്ത 5 ദിവസത്തേക്ക് കൂടെ തുടരുകയും ചെയ്യും. ഹരി, യെസ്, അതാണ്. അപ്പോൾ വരുന്ന 5 ദിവസങ്ങൾക്കും കൂടി മഴ ശക്തമായി തന്നെ സംസ്ഥാനം ഒട്ടാകെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് സുവി റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇത് തുലാവർഷ മഴയല്ല, അത് ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും രൂപപ്പെട്ട ചക്രവാത ചുഴി അത് ന്യൂനമർദ്ദമായ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുന്ന ഒരു കാഴ്ച. അത് തന്നെയാണ് ഈ ഇത്രയും ശക്തമായ മഴയിലേക്ക് മാറുന്നത് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും സുവിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.
അതിശക്തമായ മഴ തന്നെയാണ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നിൽക്കുന്നൊരു സാഹചര്യം, 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. അങ്ങനെ 11 ജില്ലകളിലാണ് അലേർട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കുക എന്നതാണ്. കാരണം വളരെ ശക്തമായ രീതിയിൽ മഴ തുടരുന്ന ഒരു സാഹചര്യം സംസ്ഥാനം ഒട്ടാകെ തന്നെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ മഴ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും നമ്മൾ ഇടുക്കിയിലേക്ക് പോവുകയാണ്. കാരണം സംസ്ഥാനം ഒട്ടാകെ തന്നെ മഴ അതിശക്തമായി നിൽക്കുമ്പോൾ പോലും ഇടുക്കിയിൽ ദുരിത പെയ്ത്താണ് നടക്കുന്നത്. വെള്ളാരംകുന്നിൽ റോഡിലേക്ക് പതിച്ച മൺകൂനിയിലേക്ക് ഇടിച്ചു കയറി ബൈക്ക് യാത്രക്കാരൻ മരണപ്പെട്ടു. കുമളി 1-ാം മൈലിൽ മലവെള്ളപ്പാച്ചിലിൽ വീടുകളിലും കടകളിലും വെള്ളം കയറി. ചെളിമട KK റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ളതാണ്. പ്രിൻസ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. പ്രിൻസ്, നമ്മൾ കഴിഞ്ഞ ദിവസവും രാവിലെ തന്നെ സംസാരിച്ചതാണ്. ഇപ്പോൾ ട്രാവലർ ഒഴുകി പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഇടുക്കിയിൽ വീണ്ടും അതിരൂക്ഷമായ സാഹചര്യമാണ് മഴ മൂലം ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാകുന്നത്. പല വീടുകളിലും കടകളിലും വെള്ളം കയറി ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇന്നലെ രാത്രി ഏകദേശം ഒരു 8-8:30 തുടങ്ങിയ മഴയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം അർദ്ധരാത്രി വരെ ഈ ശക്തമായ രീതിയിൽ മഴ പോകുന്നൊരു സാഹചര്യം ഉണ്ട്. എന്താണ് വിശദാംശങ്ങൾ? എന്താണ് തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ഇടുക്കിയിൽ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ രാത്രിയിലും അതിശക്തമായ മഴ, പ്രത്യേകിച്ചും പെരിമേട് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. കുമളി, വണ്ടിപ്പെരിയാർ, ആനവിലാസം, അണക്കര ഭാഗങ്ങളിലൊക്കെ അതിശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പെരിയാർ തടാകത്തിലും പെരിയാർ വനമേഖലയിലുമൊക്കെ അതിശക്തമായ മഴ തന്നെയാണ് ഇന്നലെ രാത്രിയിൽ പെയ്തത്. നിരവധി വീടുകളിൽ വെള്ളം കയറി, വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയ സാഹചര്യം. നിരവധി പേരെ സ്ഥലത്തിന്റെ സുരക്ഷിത സ്ഥാനത്തിലേക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. വെള്ളാരംകുന്നിൽ റോഡിലേക്ക് പതിച്ച മൺകുതിയിൽ ഒരു ബൈക്ക് യാത്ര മരണപ്പെട്ട ദാരുണമായ ഒരു സംഭവം ഉണ്ടായി. രാത്രിയും മഴയായിരുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ മൺകുല കാണാൻ സാധിക്കാതെ വന്നതായിരിക്കാം അപകടത്തിലേക്ക് എന്നാണ് നിഗമനം. എന്തായാലും അതിശക്തമായ മഴയാണ് ജില്ലയിൽ തുടരുന്നത്. ഇന്നലെ രാത്രിയും അതിശക്തമായ മഴ വിവിധ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും കുമളി മേഖലയിൽ ഒക്കെ ശക്തമായ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം കനത്ത മഴ പെയ്ത ഉടുമ്പൻചോല താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിലും ഇന്നലെ മഴ പെയ്തിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് അല്പം കുറവുണ്ടായിരുന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. എന്തായാലും നിരവധി വീടുകൾക്കും ഒക്കെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. നിരവധി ആളുകളുടെ സാധന സാമഗ്രികളൊക്കെ വീടുകളിലെ സാധന സാമഗ്രികളൊക്കെ നശിച്ച ഒരു സാഹചര്യമാണ് ഇന്നലെയും കഴിഞ്ഞ രാത്രിയിലും ഉണ്ടായിരിക്കുന്നത്. ഹരി, അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രിൻസിപ്പൽ വീടുകളിലും കടകളിലും ഒക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ കുടുങ്ങിയ 4 കുടുംബത്തെ നാട്ടുകാരും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട് ഇടുക്കിയിൽ. മാത്രമല്ല വെള്ളാരംകുന്നിൽ അർദ്ധരാത്രി 12 മണിയോടെ ആ ഒരു അപകടം സംഭവിക്കുകയും ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇടുക്കിയിലെ സാഹചര്യം നിലവിൽ എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിലും എത്രമാത്രം രീതിയിൽ, കാരണം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഇടുക്കിയിലൊരു മഴ കണ്ടതാണ്, അതിൻ്റെയും കൂടുതൽ ഒരു ശക്തമായ ഒരു രീതിയിലാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്നെങ്ങനെയാണ് സാഹചര്യം? രാവിലെ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. മിക്ക മേഖലകളിലും മഴ തോന്നിട്ടുണ്ട്. എന്നാൽ വൈകുന്നേരങ്ങളിൽ മഴ ആരംഭിക്കും. രാത്രിയോടെ അതിശക്തമായ സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അനുഭവപ്പെട്ടത്. അർദ്ധരാത്രിയോടൊക്കെ ശക്തമായ മഴ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നു. തുടർച്ചയായി പെയ്യുന്ന ഒരു സാഹചര്യം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. വീടുകളിലേക്ക് വെള്ളം കയറുന്ന താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമാണുള്ളത്. പെരിയാറിൽ ഇപ്പോൾ നിലവിൽ ശക്തമായ നീരൊഴുക്കുണ്ട്. പ്രത്യേകിച്ചും മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നുവിടുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. 139.20 അടിയാണ് മുല്ലപ്പെരിയാറിലെ നിലവിലെ ജലനിരപ്പ്. 7800 ക്യൂസെക്സിലധികം വെള്ളം 13 സ്പിൽവേ ഷട്ടറുകളിലൂടെയായി പെരിയാറിലേക്ക് ഒഴുക്കുന്നുണ്ട്. ഒപ്പം 1400 ക്യൂസെക്സോളം വെള്ളം തമിഴ്നാട് ടണൽ മാർഗം കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ അതിലധികം വെള്ളം ഇപ്പോൾ പെരിയാറിലേക്ക് ഒഴുകിയെത്തുന്ന ഒരവസ്ഥയാണുള്ളത്. കാരണം കനത്ത മഴ വനമേഖലയിലും പെരിയാർ തടാക മേഖലയിലുമൊക്കെ പെയ്യുന്നു. കൈവഴികളിലെല്ലാം മുല്ലപ്പെരിയാറിന്റെ കൈവഴികളിലെല്ലാം അതിശക്തമായ നീരൊഴുക്ക് നിലനിൽക്കുന്നതിനാൽ തന്നെ അണക്കെട്ടിലെ ജലനിരപ്പ് നിലനിർത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ കൂടിയുണ്ട്. അത് തന്നെ പെരിയാർ തടാക തീരത്തിരിക്കുന്ന താമസിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇവരെയൊക്കെ മാറ്റി പറപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. ഒപ്പം ഈ കനത്ത മഴ തുടരുന്ന സാഹചര്യം കുമളി, ചെളിമട മേഖലകളിലൊക്കെ നിരവധി വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഒക്കെയാണ് വെള്ളം കയറിയിരിക്കുന്നത്. അല്ല, ആദ്യമായി ഒരു ഒറ്റ ദിവസം കൊണ്ട് 6 അടിയോളം വെള്ളം ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായല്ലോ മുല്ലപ്പെരിയാറിൽ. ആ ഒരു ആശങ്ക ജനങ്ങളിലേക്ക് കൊടുക്കണ്ടല്ലോ അല്ലേ? നിലവിലത്തെ സാഹചര്യത്തിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്ന ഒരവസ്ഥ തുടർന്നു തന്നെയാണ്. 13 സ്പിൽവേ ഷട്ടറുകളിലും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. 7800-ലധികം ക്യൂസെക്സ് വെള്ളമാണ് ഒഴുക്കുന്നത്. അപ്പം അതിലധികമായി വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരവസ്ഥ ഉണ്ട്. നിലവിൽ 139.20 അടി പിന്നിട്ടാണ് ജലനിരപ്പ്. 136 അടി ആയപ്പോൾ തന്നെ അണക്കെട്ട് തുറക്കുമെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ നിരക്കിലേക്ക് ജലനിരപ്പ് തിരികെ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം
അതിശക്തമായ നീരൊഴുക്ക് തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും തമിഴ്നാട് മേഖലയിലും, അതായത് കേരളത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട് വനമേഖലയിലും ഒക്കെ ശക്തമായ മഴ പെയ്യുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇരച്ചിൽ പാലം വഴി കൂടുതൽ വെള്ളം കൊണ്ടുപോകാനുള്ള സാഹചര്യം നിലവിലില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സ്പിൽവേയിലൂടെ വെള്ളം കൂടുതലായി പെരിയാറിലേക്ക് ഒഴുകേണ്ട ഒരു സാഹചര്യം വരും. കൂടുതൽ ജലനിരപ്പ് നദിയിൽ ഉയരാനുള്ള ഒരു അവസ്ഥ കൂടി വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയും അതിശക്തമായ മഴ തുടർന്നൊരു സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ ജലനിരപ്പ് നദിയിൽ ഒഴുകിയിരുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാകും. ശരി, വ്യക്തമാണ്. പ്രിൻസാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പേമാരി സാഹചര്യമാണ് ഇടുക്കിയിലുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇന്നും ശക്തമായ രീതിയിൽ പ്രേക്ഷകരോട് ജനങ്ങളോട് വീണ്ടും ആവർത്തിക്കുന്നു, ശക്തമായ രീതിയിൽ മഴ മുന്നറിയിപ്പ് നിൽക്കുകയാണ്. വരുന്ന 5 ദിവസങ്ങളിലും കേരളത്തിൽ ശക്തമായ മഴ സാഹചര്യമുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക. പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. സുബിയും പ്രിൻസുമാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാഹനാപകട വാർത്തയിലേക്കാണ് പോകുന്നത്. മലപ്പുറം കുറ്റിപ്പുറം പെരുമ്പറമ്പിൽ വാഹനാപകടത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് ഇന്ന് പുലർച്ചെയാണ് അപകടം ഉണ്ടായത്. ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച എടച്ചലം സ്വദേശി റസാഖ്, പാണ്ഡികശാല സ്വദേശി ശ്യാം എന്നിവരാണ് മരിച്ചത്. കെ ജിഷാദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജിഷാദ്, രാവിലെ തന്നെ ഒരു അപകട വാർത്തയാണ്. എന്താണ് സംഭവിച്ചത്? ഈ മഴ ഒരു പ്രശ്നമായിട്ടാണോ ഈ അപകടം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? ദേശീയപാത 66 പെരുമ്പറപ്പിലാണ് ഈ അപകടം സംഭവിച്ചത്. പുലർച്ചെ 1 മണിക്കായിരുന്നു ഈ അപകടം. ഓട്ടോറിക്ഷയും ഫോർച്യൂണർ കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ ബാക്കിൽ വന്ന ഓട്ടോറിക്ഷയ്ക്ക് പുറകിൽ ഫോർച്യൂണർ കാർ അമിത വേഗതയിൽ വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് നിഗമനം. ഈ അപകടത്തിൽ എടച്ചലം സ്വദേശി റസാഖ്, അതുപോലെ പാണ്ഡികശാല സ്വദേശി ശ്യാം എന്നിവരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇവർ 2 പേരും അടുത്തടുത്ത പ്രദേശക്കാരാണ്. ഈ വാഹനങ്ങൾ രണ്ടും ഒരേ ദിശയിൽ കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന യാത്രക്കാരെ നിസാര പരിക്കുകളോടെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എടച്ചലം സ്വദേശി റസാഖിനെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഈ മൃതദേഹം കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ ഗുരുതര പരിക്കേറ്റ ശ്യാമിനെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തുടർന്ന് ശ്യാമിന്റെ നില ഗുരുതരമായി തുടർന്ന് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് അവിടെ വെച്ചാണ് അന്ത്യം സംഭവിക്കുന്നത്. ഈ മൃതദേഹം കോട്ടക്കൽ മിംസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ പ്രദേശത്ത് അമിത വേഗതയാണ് വാഹനങ്ങൾ അതായത് ദേശീയപാത പുതിയ ഹൈവേയിലാണ് ഈ അപകടം നടക്കുന്നത്. അമിത വേഗതയാണെന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. കാരണം ഈ ചാറ്റൽ മഴയും അപകടത്തിന് കാരണമായേക്കാം എന്ന് വിവരിക്കുന്നു. ഹരി, വ്യക്തമാണ്. ജിഷാദാണ് വിവരങ്ങൾ നൽകുന്നത്. അമിത വേഗതയിൽ സഞ്ചരിച്ചിരുന്ന കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് ആ ഒരു അപകടം സംഭവിക്കുകയും ചെയ്തത്. 2 പേരാണ് അപകടത്തിൽ മരണപ്പെട്ടത്. രാവിലെ തന്നെ വളരെ സങ്കടം നിറഞ്ഞ വാർത്തകളാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ അപകടം പ്രത്യേകിച്ച് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ എത്ര ഭീകരമായിരുന്നു ആ അപകടം എന്നുള്ളതും വ്യക്തമാവുകയാണ്. ആ കാറ് തലകീഴായി മറിഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ഓട്ടോറിക്ഷയും ആകെ മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു അപകടത്തിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയും മാത്രമാണ് എന്നുള്ളതും കൂടി പ്രേക്ഷകർക്ക് മനസ്സിലാവും. അത്രമേൽ ദാരുണമായ ദൃശ്യങ്ങളാണ് ഈ അപകടത്തിൽ ഉണ്ടായത്. വി കെ ജിഷാദാണ് വിവരങ്ങൾ നൽകിയത്. ഈ അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രംപ് ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു ജനങ്ങൾ. അതും ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഈ 50 സംസ്ഥാനങ്ങളിലായിട്ട് ഈ തെരുവിലിറങ്ങി ട്രംപിനെതിരെ ഒരു കടുത്ത പ്രതിഷേധം നടത്തുന്നത്. നോ കിങ്സ്, അതായത് രാജഭരണകൂടം വേണ്ട, ജനാധിപത്യം രീതിയിൽ മുന്നോട്ട് പോയാൽ മതി എന്നുള്ള ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ മുന്നറിയിപ്പ് ആണ് ട്രംപിനെതിരെ നൽകുകയും ചെയ്തത്. വലിയ പ്രതിഷേധമാണ് അമേരിക്കയിൽ സംഭവിച്ചത്. നോ കിങ്സ് എന്ന പേരിലാണ് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത്. നോ കിങ്സ് മാർച്ച് ആയിരുന്നു നടന്നത്. രാജ്യവ്യാപകമായി 2500 റാലികളും പ്രതിഷേധ യോഗങ്ങളും അരങ്ങേറി. ട്രംപിന്റെ നയങ്ങൾക്കെതിരെയായിരുന്നു വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അജയ് ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. അജയ്, ട്രംപ് ഭരണകൂടത്തിനെതിരെ ശക്തമായ രീതിയിൽ ജനങ്ങൾ തെരുവിലേക്ക് പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന സാഹചര്യം. ദിസ് ഇസ് നോട്ട് ഐഡിയാസ് ലുക്സ് ലൈക്ക് ദിസ് ഇസ് നോട്ട് ഡെമോക്രസി ഇസ് തുടങ്ങി നിരവധി പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് തെരുവിലേക്ക് ജനങ്ങൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. വളരെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് ട്രംപിനെതിരെ വന്നത്. വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തു നിന്നും ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്രതികരണം വന്നിട്ടുണ്ടോ?
വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് അമേരിക്ക വ്യാപകമായി നടന്നത്. 50 സംസ്ഥാനങ്ങളിലും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 10,000-കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയിട്ടാണ് ഇത്തരത്തിൽ കടുത്ത രീതിയിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. ഇത്തവണ ട്രംപ് ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കുന്ന ഏതാണ്ട് 5ാമത്തെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഏറ്റവും വലിയ ഒരു പ്രതിഷേധം ഇതിനു മുൻപ് അരങ്ങേറിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഈ ട്രംപിൻ്റെ വിവിധ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾ അത് അവസാനിപ്പിക്കണം എന്നുള്ള പേരിലായിരുന്നു ഈ പ്രതിഷേധ സമരങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ട്രംപിൻ്റെ വിദ്യാഭ്യാസ നയങ്ങൾ, കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഒരു ഇമ്പോസിഷൻസ്, ഫൈനുകൾ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത്, ഇതിനെതിരെയെല്ലാം പ്രതിഷേധമുണ്ടായിരുന്നു. ന്യൂയോർക്ക്, ലോസ് ആഞ്ചലസ് പോലെയുള്ള വലിയ നഗരങ്ങളിലും അതുപോലെ തന്നെ കുഞ്ഞു നഗരങ്ങളിലും ഉൾപ്പെടെ ഈ പ്രതിഷേധ യോഗങ്ങൾ അരങ്ങേറി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2600-ലധികം റാലികളാണ് ഈ അമേരിക്കയിൽ മുഴുവൻ സംഘടിപ്പിച്ചത്. ഇത് അമേരിക്കയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള റാലികളല്ല, പകരം ഇത് ഹേറ്റ് അമേരിക്ക റാലികളാണ് എന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള അംഗങ്ങൾ ഇതിനൊരു വിമർശനമായിട്ട് ഉന്നയിച്ചിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പലതരം സംഘടനകൾ ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സിവിൽ ലിബർട്ടീസ് യൂണിയനാണ് പ്രധാനമായിട്ടും ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇതിനോടൊപ്പം തന്നെ അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ടീച്ചേഴ്സ്, അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ക്യാമ്പയിൻ, ഇൻഡിവിസിബിൾ, അതുപോലെ മൂവ് ഓൺ, പിന്നെ 50-51 എന്ന് പറയുന്ന വിവിധ പ്രസ്ഥാനങ്ങൾ ഈ സമരത്തിൻ്റെ ഭാഗമായി 10,000-കണക്കിന് ജനങ്ങളാണ് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായത്. ഇതിലൊരു രസകരമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് പലതരം ജീവികളുടെ വേഷങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങിയത്. തവളയുടെ രൂപമായിരുന്നു ഒരുപാട് പേർ ധരിച്ചിരുന്നത്. റെസിസ്റ്റൻസിൻ്റെ പ്രതീകമായിട്ടാണ് തവളയുടെ രൂപം ധരിച്ചുകൊണ്ട് ഒരുപാട് പ്രതിഷേധക്കാർ ഇറങ്ങിയത്. അതുപോലെ തന്നെ ട്രംപിൻ്റെ ഈ ഒരു കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ, ഇതിൻ്റെ ഒരു ഭീകരത കാണിക്കാൻ വേണ്ടിയിട്ട് ദിനോസറുകളുടെ രൂപം, അതുപോലെ തന്നെ ഷാർക്കുകളുടെ രൂപം, യൂണിക്കോണുകളുടെ രൂപം, ഇതെല്ലാം ധരിച്ചുകൊണ്ട് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങിയിരുന്നു. ട്രംപിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഒരു കോലങ്ങൾ, അത് രസകരമായിട്ടുള്ള രീതിയിൽ കാർട്ടൂണുകളായിട്ടും എല്ലാം തന്നെ അണിയിച്ചുകൊണ്ട് ആളുകൾ പ്രതിഷേധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നോ കിങ്സ് എന്ന പേരിലാണ് ഈ പ്രതിഷേധങ്ങൾ അരങ്ങേറിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് അമേരിക്കയിൽ രാജാക്കന്മാർ വേണ്ട എന്നാണ് ഈ പ്രതിഷേധക്കാർ ഉയർത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഒരു ട്രംപിൻ്റെ ഒരു നയങ്ങൾക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത്, അത് പുതുതായിട്ടിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അമേരിക്കയിൽ ഇപ്പോൾ അടുത്ത വർഷം ഫിഫ ഈ ലോകകപ്പ് നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി വീടില്ലാത്ത ജനങ്ങളെ തെരുവിൽ നിന്ന് നീക്കം ചെയ്യുക, അവർക്കെതിരെയുള്ള നടപടികൾ ശക്തമാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനെതിരെയും ഒരു പ്രതിഷേധം, ഈ പ്രതിഷേധക്കാർ ഇതിനെതിരെയും സമരം ചെയ്യുന്നുണ്ട്. ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ്. അതുപോലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ പ്രതിഷേധത്തിൽ പങ്കാളികളായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ട്രംപിൻ്റെ വിദ്യാഭ്യാസ വിരുദ്ധ നയങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ട് നിരവധി വിദ്യാർത്ഥികളും ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായതോടെ വലിയ തരത്തിൽ അമേരിക്കയിലൊരു മുദ്രാവാക്യം മുഴങ്ങിക്കേട്ടു. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങൾ ഇത് ഭരണവിരുദ്ധ അല്ലെങ്കിൽ ഇത് രാജ്യവിരുദ്ധ ശക്തികളാണ് ഈ പ്രതിഷേധത്തിന് പിന്നിലെന്നാണ് പറയുന്നത്. ഹേറ്റ് അമേരിക്ക ക്യാമ്പയിൻ എന്നാണ് അവർ ഇതിനെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞത്. ഹരി, അല്ല അജയ്, അത് തന്നെയാണല്ലോ ഇപ്പോൾ 5ാമത്തെ വലിയ പ്രതിഷേധം. ഇപ്പോൾ നോ കിങ്സ് മാർച്ച് എന്ന പേരിൽ തന്നെ എനിക്ക് തോന്നുന്നത് 2ാമത്തെ തവണയാണ് ട്രംപിനെതിരെ തന്നെ ഈ ഒരു പ്രതിഷേധം നടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു പ്രതിഷേധം, ഈ ഒരു വലിയ ശക്തമായ പ്രതിഷേധത്തിൽ നിന്നും ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തു നിന്നും ഒരു കൃത്യമായൊരു വിശദീകരണം നൽകിയിട്ടുണ്ടോ? ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുള്ള രീതിയിലാണ് ഇവർ ഈ പ്രതിഷേധത്തെ നോക്കിക്കാണുന്നത്? ഇതിനു മുൻപേ നമുക്കറിയാം, കാലിഫോർണിയയിൽ ഉൾപ്പെടെ നടന്ന പ്രതിഷേധങ്ങളെ ശക്തമായിട്ട് ഇപ്പോൾ ആർമിയെ ഉൾപ്പെടെ രംഗത്തിറക്കി നേരിടുന്ന ഒരു കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നിലവിൽ ഈ പ്രതിഷേധത്തെ ഈ ഒരു അക്രമം മുഖേന അടിച്ചൊതുക്കാനുള്ള മറ്റ് നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. സാധാരണ പോലീസ് ഫോഴ്സ് മാത്രമാണ് ഇതിനെ പ്രതിരോധിച്ചത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതിനു മുൻപേ ഉള്ള പ്രധാനപ്പെട്ട ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള പ്രധാനപ്പെട്ട പ്രതിഷേധങ്ങളെന്ന് പറയുന്നത് ഈ 2025
തന്നെ ഏപ്രിൽ 5-ന് നടന്ന ഹാൻഡ്സ് ഓഫ് പ്രതിഷേധമാണ്. അതും ഇതുപോലെ തന്നെ 50 സംസ്ഥാനങ്ങളിൽ വ്യാപകമായിട്ട് സംഘടിപ്പിച്ച പ്രതിഷേധമാണ്. 1500-ലധികം വിവിധ യോഗങ്ങളും റാലികളും ഇതിൻ്റെ ഭാഗമായി നടക്കുകയുണ്ടായി. അതിലും ഇതുപോലെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ, ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ തുടക്കമിട്ടത് ആ സമയത്തായിരുന്നു. അപ്പോൾ അതിനെതിരെയെല്ലാം ശക്തമായിട്ടുള്ള പ്രതിഷേധം, അതുപോലെ LGBTQ ആളുകളുടെ ഒരു സപ്പോർട്ടും ഈ ഒരു പ്രതിഷേധത്തിനുണ്ടായിരുന്നു. അതിനുശേഷം കടന്നു വന്ന ഒരു പ്രതിഷേധമാണ് 50-51 എന്ന് പറയുന്ന പ്രതിഷേധം. ഇവരാണ് ഈ സംഘടന 50-51 എന്ന് പറയുന്ന ഈ സംഘടനയാണ് ആദ്യമായിട്ട് നോ കിങ്സ് മൂവ്മെൻറ്റിന് തുടക്കമിട്ടത്. ഇവർ തന്നെയാണ് ഈ ഒരു ആശയത്തിലൂന്നിയാണ് ഇപ്പോഴുള്ള ഈ പ്രതിഷേധവും അരങ്ങേറിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് ഫെബ്രുവരിയിലാണ് ഈ പ്രതിഷേധം അരങ്ങേറിയത്. ട്രംപിൻ്റെ വിവിധ വിദ്യാഭ്യാസ വിരുദ്ധ നയങ്ങളും അതുപോലെ തന്നെ മറ്റ് അജണ്ടകളും ഇതെല്ലാം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അത്തരമൊരു സമരം നടന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ജൂണിൽ നടന്ന സമരമാണ് ഈ ഇമിഗ്രൻസിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക റെയ്ഡുകൾ. അത് രാജ്യവ്യാപകമായി ആ സമയത്താണ് സംഘടിപ്പിച്ചത്. അപ്പോൾ ഈ റെയ്ഡുകൾക്കെതിരെ നടന്ന ഒരു സമരമായിരുന്നു കഴിഞ്ഞ ജൂണിലുണ്ടായിരുന്ന വലിയൊരു ജനങ്ങളുടെ ഒരു സമരം എന്ന് പറയുന്നത്. അതിനുശേഷം വർക്കേഴ്സ് ഓവർ ബില്യണേഴ്സ് എന്ന് പറഞ്ഞിട്ട് സെപ്റ്റംബർ 1-ന് ഒരു സമരം നടന്നിരുന്നു. അതായത് ഈ ജനങ്ങളുടെ ഈ സമ്പന്നരെ ഉയർത്താനുള്ള നടപടികൾ, സാധാരണക്കാർക്ക് വിരുദ്ധമായിട്ടുള്ള നിരവധി ജനവിരുദ്ധ നടപടികൾ ട്രംപ് സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ള പേരിലായിരുന്നു ഇത്തരത്തിൽ സെപ്റ്റംബർ 1-ന് വലിയ റാലികളും അതുപോലെ തന്നെ സമരങ്ങളും ഉൾപ്പെടെ സംഘടിപ്പിച്ചത്. ഇത് അതിനുശേഷം വീണ്ടും അമേരിക്ക മുഴുവൻ ഒരു പ്രതിഷേധ കളമാകുന്ന കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത്. ഈ ഒക്ടോബർ 18-ന്, അത് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച ധാരണ പ്രകാരമായിരുന്നു ഇത്തരത്തിലൊരു സമരം നടത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ പോർട്ട്ലൻഡിലും അതുപോലെ തന്നെ ഒറിഗണിലും എല്ലാം ഈ പ്രതിരോധത്തിൻ്റെ സിമ്പലായി മാറിയിട്ടുള്ള തവളയുടെ രൂപം ധരിച്ചാണ് പ്രധാനമായിട്ടും ഈ പ്രതിഷേധക്കാർ പലരും മുൻനിരയിൽ നിന്ന് തന്നെ സഞ്ചരിച്ചത്. ട്രംപിനെതിരെയുള്ള നിരവധി മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള പ്രതിഷേധമായിരുന്നു. ഭരണഘടനയിൽ തന്നെ പറയുന്ന വി ദ പീപ്പിൾ എന്ന് പറയുന്ന മുദ്രാവാക്യവും അവർ ഉയർത്തിക്കാട്ടി. ജനവിരുദ്ധ നയങ്ങൾ, ഭരണഘടനാ വിരുദ്ധ നയങ്ങളാണ് ട്രംപ് സ്വീകരിക്കുന്നത് എന്നാണ് ഇവർ ഉയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വാദമെന്ന് പറയുന്നത്. യെസ്, അപ്പോൾ അത് തന്നെയാണ് സാഹചര്യം. ട്രംപ് ഭരണകൂടത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. എന്തായാലും ട്രംപ് ഭരണകൂടം പറയുന്നത് ഇവരൊക്കെ തീവ്രവാദികളാണ് എന്നുള്ളതാണ്. ഈ പ്രൊട്ടസ്റ്റേഴ്സ് എല്ലാം തീവ്രവാദികളാണ്, ഹമാസ് അനുകൂലികളാണ് എന്നുള്ളതാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുമുള്ള അറിയിപ്പ്. എന്തായാലും വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം നടന്നത്. ആ ഒരു സാഹചര്യം കൂടി പറയണമല്ലോ. 50 സംസ്ഥാനങ്ങളിലായിട്ട് ഇത്രയധികം പ്രതിഷേധം, ട്രംപിനെതിരെ ശക്തമായ രീതിയിൽ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം. ട്രംപിന് ഒരു വേഴ്സ്റ്റ് നൈറ്റ് മെയർ എന്നുള്ളതാണ് അന്തർദേശീയ വാർത്താ മാധ്യമങ്ങൾക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അജയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്ക് നാഷണൽ വാർത്തകളിലേക്ക്, നമുക്ക് ദേശീയ വാർത്തകളിലേക്ക് വരുമ്പോഴേക്കും ബീഹാറാണ് ചർച്ചാ വിഷയം. ബീഹാറിൽ 2ാം ഘട്ട പത്രികാ സമർപ്പണത്തിലുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ സീറ്റ് ധാരണ പ്രഖ്യാപിക്കാനാകാതെ ഇന്ത്യ സഖ്യം വലയുകയാണ്. സഖ്യത്തെ അട്ടിമറിക്കുന്നതിന് RJD ആണെന്ന വിമർശനവുമായി PCC അധ്യക്ഷൻ രംഗത്ത് വന്നതോടെ അസാധാരണ പ്രതിസന്ധിയാണ് സഖ്യത്തിൽ ഉണ്ടാകുന്നത്. തർക്കമുള്ള സീറ്റുകളിൽ ധാരണയിലെത്താനായില്ലെങ്കിൽ PCC പ്രസിഡന്റ് ജനവധി മണ്ഡലത്തിലും മഹാസഖ്യം നേർക്കുനേർ വരും. ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് JMM പ്രഖ്യാപിച്ചതും ഇന്ത്യ സഖ്യത്തിന് ക്ഷീണമായി മാറുകയാണ്. രാകേഷ് വരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാകേഷ്, മഹാസഖ്യം വിട്ട് JMM 6 സീറ്റുകളിൽ മത്സരിക്കുന്നു. 5 സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തി കോൺഗ്രസ് 2ാം ഘട്ട പത്രിക പുറത്തുവിടുന്നു. ആ ഒരു സാഹചര്യത്തിൽ പോലും മഹാസഖ്യത്തിൽ വളരെയധികം പ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഹരികൃഷ്ണൻ, മഹാസഖ്യം എത്തിയിരിക്കുന്ന ഒരു പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് നിലവിലെ സാഹചര്യം. കാരണം സാധാരണഗതിയിൽ എല്ലാ കക്ഷികളിലും അല്ലെങ്കിൽ എല്ലായിടത്തും ഇത്തരം പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ തന്നെ ഉണ്ടാകാറുണ്ട്. പക്ഷേ പത്രികാ സമർപ്പണത്തിന് തൊട്ടു മുമ്പ് അതെല്ലാം പരിഹരിക്കാറുണ്ട്. ബീഹാറിൻ്റെ കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. കാരണം ആദ്യഘട്ട പത്രികാ സമർപ്പണം 2 ദിവസം മുമ്പ് അവസാനിച്ചു, 17-ാം തീയതി അവസാനിച്ചു. ഇനിയിപ്പോൾ നാളെ 2ാം ഘട്ട പത്രികാ സമർപ്പണം 22 മണ്ഡലങ്ങളിൽ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ പോലും ഔദ്യോഗികമായൊരു പ്രഖ്യാപനത്തിലേക്ക് ഇന്ത്യ സഖ്യത്തിന് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം RJDയും കോൺഗ്രസും തമ്മിൽ സീറ്റുകളുടെ കാര്യത്തിൽ തർക്കം നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം പലതവണ ചർച്ച നടത്തി, പക്ഷേ ആ ചർച്ചകളിലൊന്നും തന്നെ ധാരണ ആയിട്ടുമില്ല. അതിനിടയിലാണ് PCC അധ്യക്ഷൻ രാജേഷ് റാം തന്നെ ഇപ്പോൾ RJDക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം ഡൽഹിയിൽ KC വേണുഗോപാലുമായുള്ള ചർച്ചയിൽ തേജസ്വി യാദവും ഭാഗമായതാണ്. അന്ന് ഒരു ധാരണയിലെത്തിയതാണ്. അതിനുശേഷം ഇപ്പോൾ ആ ധാരണ അട്ടിമറിക്കുന്ന RJD ആണെന്ന വിമർശനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 1ാം ഘട്ട പത്രികാ സമർപ്പണം അവസാനിച്ചപ്പോൾ ഏതാണ്ട് 6 മണ്ഡലങ്ങളിൽ
ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ തന്നെ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വൈശാലി അടക്കമുള്ള മണ്ഡലങ്ങളിൽ അതായിരുന്നു സാഹചര്യം. കൂടുതൽ മണ്ഡലങ്ങളിലും RJDയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ചില മണ്ഡലങ്ങളിൽ CPIMലും നേർക്കുനേർ വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ മൊത്തം കണക്കെടുക്കുമ്പോൾ രണ്ടാം ഘട്ട പത്രികാ സമർപ്പണം നാളെ അവസാനിക്കാനിരിക്കെ മൊത്തം നോക്കുമ്പോൾ ഏതാണ്ട് 9 or 10 സീറ്റുകളിൽ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. PCC അധ്യക്ഷൻ രാജേഷ് റാം മത്സരിക്കുന്ന കുടുംബ മണ്ഡലത്തിലാണ്. അത് ഔറംഗാബാദ് ജില്ലയിലൊരു മണ്ഡലമാണ്. അദ്ദേഹം 2 തവണ അവിടെ നിന്ന് MLA ആണ്, നിലവിൽ സിറ്റിംഗ് MLAയുമാണ്. അവിടെ RJD സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം പത്രിക നൽകിയിട്ടില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഒരു പ്രഖ്യാപനത്തിലേക്ക് ഏതൊക്കെ സീറ്റിൽ ഏതൊക്കെ പാർട്ടികളെന്ന ധാരണയിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ PCC അധ്യക്ഷനെതിരെയും RJD സ്ഥാനാർത്ഥി വരുന്ന സാഹചര്യമുണ്ട്. അത്തരമൊരു അസാധാരണ പ്രതിസന്ധി ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ബീഹാറിൽ നിലവിലുണ്ട്. മാത്രവുമല്ല JMM ഇന്നലെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു. ബീഹാറിൽ അവർ വലിയ സ്വാധീനമുള്ള കക്ഷിയല്ല, എങ്കിൽ പോലും ബീഹാറിനുമായി ചേർന്ന് കിടക്കുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അതിർത്തി പ്രദേശങ്ങളിൽ JMMന് സ്വാധീനവുമുണ്ട്. ന്യായമായി RJDക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനും JMM നിലവിൽ ഭാഗമല്ല, മഹാസഖ്യത്തിൻ്റെ ഭാഗമല്ല എന്നൊക്കെ പറയാമെങ്കിൽ പോലും ഇന്ത്യ സഖ്യത്തിൻ്റെ സ്വാഭാവിക കക്ഷിയാണ് JMM. ജാർഖണ്ഡിൽ കോൺഗ്രസ് ആ സഖ്യത്തിൻ്റെ ഭാഗമാണ്, സർക്കാരിൻ്റെ ഭാഗമാണ്. അപ്പോൾ സ്വാഭാവികമായും JMM ഇടഞ്ഞത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ക്ഷീണമാണെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല ജാർഖണ്ഡിലെ അടക്കം സഖ്യം പുനഃപരിശോധിക്കേണ്ടി വരും എന്നൊരു പരാമർശം പോലും JMM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഒരു അസാധാരണ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ ഏതായാലും ബീഹാറിൽ മഹാസഖ്യം കടന്നു പോകുന്നത്. അസാധാരണമായ പ്രതിസന്ധി തന്നെയാണ് മഹാസഖ്യം കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിലവിൽ മഹാസഖ്യം നിൽക്കുന്നത്. JMM വിട്ടതോടുകൂടി തന്നെ ഒരു വലിയ പ്രതിസന്ധിയും കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഒരു ഭാഗത്ത് നിന്നുണ്ട്. കാരണം ഇന്ത്യ സഖ്യത്തിന് അതൊരു വലിയ ക്ഷീണം തന്നെയാണെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. എന്തായാലും അമിത്ഷാ ചിരാഗ് പാസ്വാൻ കൂടിക്കാഴ്ചയും കൂടി നടക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ആ ഒരു കൂടിക്കാഴ്ചയും കൂടി നടക്കുന്നതും ഒരു പ്രത്യേക സാഹചര്യമായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. രാകേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമുക്ക് പോറ്റിയുടെ വാർത്തയിലേക്ക് വരേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാർത്തകളിലേക്ക് തന്നെയാണ് ഇനി നമ്മൾ പോകുന്നത്. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സ്വർണവും രേഖകളും പിടിച്ചെടുത്ത പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം കാരേറ്റിലെ വീട്ടിലെ പരിശോധന 8 മണിക്കൂറാണ് നീണ്ടുനിന്നത്. അഭിലാഷ് ചേരും വിശദാംശങ്ങളുമായി. അഭിലാഷ്, ഏകദേശം വൈകുന്നേരം 4 മണിക്ക് തുടങ്ങിയ പരിശോധനയാണ് 8 മണിക്കൂർ നീണ്ടുനിന്ന് ഏകദേശം അർദ്ധരാത്രി വരെ നീണ്ടുനിന്ന പരിശോധന. ആ പരിശോധനയിൽ നിർണായകമായ ഹാർഡ് ഡിസ്ക്, രേഖകൾ പിടിച്ചെടുക്കുന്നു, സ്വർണം കണ്ടെത്തുന്നു, പണം കണ്ടെത്തുന്നു. ഇതിൽ എന്തായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിശദാംശം? മാത്രമല്ല മുരാരി ബാബുവിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കാനുള്ളൊരു സാഹചര്യമാണ് കാണപ്പെടുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഇന്നലെ ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് പരിശോധന ആരംഭിച്ചത്. ഈ പരിശോധന രാത്രി 11:25 അവസാനിച്ചത്. ഏകദേശം 8.5 മണിക്കൂറോളമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഇന്നലെ പരിശോധന നടത്തിയത്. SIT DISP സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പരിശോധന നടന്നത്. വീടിന്റെ ഗേറ്റ് അകത്തുനിന്നും പൂട്ടിയ ശേഷമായിരുന്നു ഈ പരിശോധനകളെല്ലാം തന്നെ നടന്നിരുന്നത്. അതിനാൽ കൂടുതൽ വിവരങ്ങളൊന്നും ഇന്നലെ ലഭിച്ചിരുന്നില്ല. എന്നാലും വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളും പണവും മറ്റ് രേഖകളും ഒക്കെ അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. നിർണായകമായ വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. SITക്ക് പുറമെ പോലീസും റവന്യൂ വകുപ്പും ഈ പരിശോധനയിൽ പങ്കെടുത്തിരുന്നു. ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച രേഖകളും വീട്ടിൽ നിന്നും കണ്ടെടുത്തു എന്നതാണ് വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്ന് തന്നെയായിരുന്നു SITയുടെ ലക്ഷ്യം. കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന തെളിവുകൾ ശേഖരിക്കുക എന്നായിരുന്നു SIT ലക്ഷ്യമിട്ടിരുന്നത്. ഈ SITയുടെ പരിശോധനയിൽ നിർണായകമായ വിവരങ്ങൾ തന്നെ ഇന്നലെ ലഭിച്ചിട്ടുണ്ട്. ഹാർഡ് ഡിസ്ക്, ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ളവയും പോലീസ് SIT ഇന്നലെ പിടിച്ചെടുത്തിരുന്നു. കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും അടുത്ത മണിക്കൂറുകളിൽ തന്നെ പരിശോധന സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇന്നലെ വീട്ടിലെത്തിക്കുമെന്ന ഒരു അഭ്യൂഹം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ എന്തായാലും ഇന്നലെ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള പരിശോധന കൂടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അഭിലാഷ്, അതോടൊപ്പം തന്നെ ഈ ഉന്നതരടക്കം 15ഓളം പേരുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായല്ലോ ഈ ഒരു സ്വർണം കവരാനുള്ള ഗൂഢാലോചനയിൽ. ആ ഒരു രീതിയിലും കൂടി അന്വേഷണം മുന്നോട്ട് പോകാനൊരു സാഹചര്യം നിലവിലുണ്ടോ? അത് തീർച്ചയായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ SIT ലക്ഷ്യമിട്ടത് കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്ന് തന്നെയായിരുന്നു. വീട്ടിൽ നിന്നും ഇത് സംബന്ധിച്ച രേഖകൾ, സ്വർണം ശബരിമലയിൽ നിന്നും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള രേഖകൾ ഉണ്ടാകുമല്ലോ എന്നുള്ള ഒരു ചോദ്യം SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഉന്നയിച്ചിരുന്നു. അത്തരത്തിലുള്ള രേഖകൾ ഏതെങ്കിലും തന്നെ വീട്ടിലുണ്ടോ എന്നുള്ളത് തന്നെയായിരുന്നു ഇന്നലെ SIT പരിശോധിച്ചതും. കൂടുതൽ ആളുകളിലേക്ക് അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു മൊഴി കൂടി ഉണ്ടായിരുന്നു. അതിന്റെ
അടിസ്ഥാനത്തിൽ തന്നെ അതിനു വേണ്ട തെളിവുകൾ ശേഖരിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നു ഇന്നലെ ഈ പരിശോധനയുടെ ലക്ഷ്യമിട്ടിരുന്നത്. എന്തായാലും 8.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ SITക്ക് ഈ പരിശോധന സംബന്ധിച്ച് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ ഇന്നലെ 3 മണിയോടുകൂടി ഈ പരിശോധന ആരംഭിച്ച ഒരു ഘട്ടത്തിലും ഈ പരിശോധനയിൽ നിന്ന് ഇവർ പുറത്തേക്ക് വരികയോ അല്ലെങ്കിൽ പരിശോധന നിർത്തിവെക്കുകയോ ചെയ്തിട്ടില്ല. തുടർച്ചയായുള്ള 8 മണിക്കൂർ നീണ്ട പരിശോധന. ഈ ഭാഗത്ത് ശക്തമായ മഴയായിരുന്നു ഇന്നലെ. എന്നിട്ട് പോലും ഈ പരിശോധനയിൽ യാതൊരു ഭംഗവും വരാതെ കൃത്യമായി തന്നെ ഈ 8.5 മണിക്കൂർ ഈ വീടിനുള്ളിൽ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ തെളിവുകൾ, നിർണായകമായ തെളിവുകൾ തന്നെ ഇന്നലെ ഈ വീട്ടിൽ നിന്നും SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിനാണ് അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ 8.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ ഒരു പരിശോധന തന്നെയാണ്. ഒരു ഇടവേളയിൽ പോലും ഈ പരിശോധനയിൽ നിന്നും പിന്നിട്ട് നിൽക്കാനുള്ള ഒരു സാഹചര്യം SIT ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടായില്ല. ഏകദേശം 3 മണിക്ക് തുടങ്ങിയ ഒരു പരിശോധന ഏകദേശം രാത്രി 11:30 നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇതിൽ നിന്നും കൃത്യമായ രേഖകൾ പലതും ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിശദാംശങ്ങൾ. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ, അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരടക്കം 15ഓളം പേർക്ക് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ എങ്ങോട്ടാണ് നീളുന്നതെന്ന് അറിയണം. അതോടൊപ്പം തന്നെ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാനുള്ള രീതിയിലേക്കും കാര്യങ്ങൾ മാറുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാവും. വളരെ വലിയ രീതിയിലേക്ക് ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞ ഒരു അന്വേഷണവുമായിട്ട് തന്നെയാണ് ഈ ഒരു സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഒരു ചെറിയ സിനിമാ വിശേഷം ഉണ്ടാവും. ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചു. നമസ്കാരം പ്രേക്ഷകർ, നമ്മൾ തിരികെ രാവിലെയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ അരമണിക്കൂർ എന്തൊരു സംഭവ വികാസമായ വാർത്തകളായിരുന്നു അല്ലേ. നമ്മൾ മഴ ചർച്ച ചെയ്യുന്നു, അമേരിക്കയിലേക്ക് പോകുന്നു, നമ്മൾ ബീഹാർ ഇലക്ഷനിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് പോകുന്നു. അങ്ങനെ അരമണിക്കൂർ നീണ്ട വാർത്തകൾക്ക് ശേഷം നമ്മളൊരു ചെറിയ എൻ്റർടൈൻമെൻറ്റിലേക്ക് പോവുകയാണ്. നമ്മളോടൊപ്പം ഒരു അതിഥിയും കൂടെ ചേരുന്നുണ്ട്. പാർവതി മീനാക്ഷിയാണ്. അതൊരു ഗായികയാണ് പാർവതി. കാരണം കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിൻ്റെ ഏറ്റവും വലിയൊരു ഹൈപ്പിൽ റിലീസാവുന്ന ഒരു സിനിമയാണ് വിലായത് ബുദ്ധ. വിലായത് ബുദ്ധയുടെ ടീസറൊക്കെ പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിലുള്ളൊരു തരംഗം സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ തന്നെ ഉണ്ടായി. കഴിഞ്ഞ ഒരു ദിവസം മുമ്പ് അതിലൊരു പാട്ട് റിലീസ് ചെയ്തിരുന്നു. പാട്ട് ജേക്സ് ബിജോയാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. വിജയ് യേശുദാസിനൊപ്പം പാർവതിയാണ് ആ പാട്ട് ആലപിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം തരംഗമാണ്. കാരണം ഒരു ദിവസം കൊണ്ട് 10 ലക്ഷം വ്യൂ ആണ് യൂട്യൂബിൽ നിന്ന് മാത്രം ആ ഗാനം നേടിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ജേക്സ് ബിജോയ് ട്രെൻഡിങ് ആണല്ലോ. ലോകയൊക്കെ ശേഷം ജേക്സ് ബിജോയുടെ അടുത്ത ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സിനിമാ പ്രേക്ഷകരും കൂടിയുണ്ട്. എന്തായാലും ജേക്സ് ബിജോയുടെ ഈ ഒരു സംഗീത സംവിധാനത്തിൽ നിന്ന് ഈ ഒരു പാട്ട് വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിലും വളരെയധികം ട്രെൻഡിങ് ആണ്. ഇൻസ്റ്റാഗ്രാം റീൽസിലും ഇത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. എന്തായാലും ആ പാട്ട് ഏതാണ്? പാട്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഈ അമ്മ സമാധാനം തരത്തില്ല. നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയി നല്ല കാറ്റൊക്കെ ഉണ്ട്. കാറ്റുമല്ല, நெஞ்சுக்குள்ள நீ தாபுத்தவானவே
പാട്ടാണ് ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ് ആയി നിൽക്കുന്നത്. ഈ വിലായത് ബുദ്ധ നമുക്കറിയാം സച്ചിയുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. സച്ചി അയ്യപ്പനും കോശിക്കും ശേഷം സച്ചി ചെയ്യാനിരുന്ന ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു അത്. പക്ഷേ സച്ചി നമ്മളെയൊക്കെ വിട്ട് പോവുകയും ചെയ്തു. പക്ഷേ സച്ചിയുടെ ഏറ്റവും അസോസിയേറ്റ് ഡയറക്ടറായ ജയൻ നമ്പ്യാരാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. അപ്പോൾ തൊട്ട് തുടങ്ങിയ ഒരു വലിയ പ്രതീക്ഷയും ആകാംക്ഷയൊക്കെയാണ് നിൽക്കുന്നത്. നമ്മൾ സിനിമയുടെ വിശേഷങ്ങളും നമ്മൾ ഈ പാട്ടിലെ വിശേഷങ്ങളുമാണ് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നത്. നമ്മൾ ഇപ്പോൾ നിങ്ങൾ ഈ കേട്ട ശബ്ദമില്ലേ, ഈ ശബ്ദത്തിന് പിന്നിലുള്ള ആൾ ആരാണ് എന്നുള്ളതാണ് ഞാൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. പാർവതി മീനാക്ഷി എന്നോടൊപ്പം ചേരുകയാണ്. ഹായ് പാർവതി. ഹായ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഹായ്, നമസ്കാരം. നമസ്കാരം. ഞാനും പാർവതി ഫ്രണ്ട്സ് ആണ് കേട്ടോ. പ്രേക്ഷകരോടും കൂടെ കുറെ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. കുറെ കാലം തൊട്ടേയുള്ള ഫ്രണ്ട്സ് ആണ്. സത്യം, കുറെ നാൾക്ക് ശേഷമല്ലേ നമ്മളൊന്ന് കണ്ടുമുട്ടുന്നത്. ഇത് പാട്ടും കൂടെ ഒരു ഭാഗമായി എന്നുള്ളതാണ്. എന്തായാലും പാർവതി, കൺഗ്രാറ്റുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. ഈ പാട്ട് ഞാൻ പറയുന്നത് ഒരു ജെയ്ക്സ് ബിജോയുടെ സംഗീതത്തിൽ വരുന്ന ഒരു പാട്ട്, അത് ആലപിക്കാൻ കഴിയുന്നതിനേക്കാൾ ഉപരി ഇപ്പം ജെയ്ക്സ് ബിജോയ് ഇപ്പോൾ മലയാള സിനിമയിൽ തന്നെ ഒരു വലിയൊരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു രീതിയിൽ നിൽക്കുകയാണ്. ഹൗ വാസ് റെക്കോർഡിംഗ് സെഷൻ? റെക്കോർഡിംഗ് സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അത് അറിയാനുള്ളൊരു ആഗ്രഹത്തിലേക്ക് ഞാൻ ആദ്യം ചോദ്യം അത് തന്നെ മുന്നോട്ട് വയ്ക്കാം. റെക്കോർഡിംഗ് സെഷൻ ഭയങ്കര ഫൺ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം ഞാൻ ജേക്ക് സാറിനൊപ്പം നേരത്തെയും വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് അതൊരിക്കലും ഫിസിക്കലായിട്ട് പ്രസന്റ് ആയി അവിടെ ഈ സെഷനിൽ എനിക്ക് ഭാഗമാവാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇവിടെ തന്നെ പാടി അയച്ചു കൊടുക്കുകയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ബട്ട് ഇത് ആദ്യമായിട്ട് ജേക്ക് സാറിനെ ഞാൻ കാണുന്നു. ജേക്ക് സാറിന്റെ കൂടെ റെക്കോർഡിംഗ് സെഷനിൽ എനിക്ക് നിൽക്കാൻ പറ്റി. ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ മൊമെന്റ്. കാരണം ജേക്ക് സാർ ഇസ് മാജിക്കൽ. വാട്ട് ഡു ഐ ഈവൻ സേ അബൌട്ട് ജേക്ക് സാർ? മാജിക്കൽ ആണ് പുള്ളി. അപ്പം പുള്ളി വന്നു പിന്നെ കുറച്ച് തമിഴിന്റെ ഒക്കെ കുറച്ച് ലിറിക്സിന്റെ കറക്ഷൻസും അങ്ങനെയൊക്കെ ലൈക്ക് ഷടപടേ എന്നാണ് പുള്ളി എല്ലാം നോട്ട് ചെയ്തെല്ലാം പറയുന്നത്. ആൻഡ് ഹി ഓൾസോ നോസ് ദാറ്റ് ടെക്നിക്സ്. ഇങ്ങനെ സിംഗറിന് എന്ത് ടെക്നിക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് നന്നായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, എല്ലാം പുള്ളിക്കാരന് അറിയാം. സോ ഇറ്റ് വാസ് എൻ അമേസിംഗ് സെഷൻ. ആൻഡ് മോർ ദാൻ ദാറ്റ്, നമ്മുടെ ഈ സെഷൻ നടന്ന സമയത്ത് ജയൻ നമ്പ്യാർ സാറും അവിടെ പ്രസന്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോ ജയൻ നമ്പ്യാർ സാർ എന്നോടൊപ്പം പറഞ്ഞു, ഞാൻ സാരഗമപ്പയില് ഉണ്ടായിരുന്നല്ലോ ഈ വർഷം 2024. അപ്പോ ആ സമയം എന്റെ ഏതൊരു പെർഫോമൻസ് കണ്ടിട്ടാണ് ജയൻ സാറ് എന്നെ റെക്കമെൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ജേക്ക് സാർ ഓൾസോ കോൺടാക്റ്റഡ് മീ. സോ ഐ വാസ് വെരി ഹാപ്പി ടു ബി ദെയർ. പാർവതി, ഇപ്പോൾ നമ്മളിപ്പോൾ സരിഗമപ്പയൊക്കെ സംസാരിക്കുമ്പോൾ പോലും അത് ഇപ്പോൾ പലർക്കും ഉണ്ടാകുന്നത് ഇവിടുത്തെ സരിഗമപ്പയാണോ? പക്ഷെ അങ്ങ് ബോളിവുഡിലാണ്, അങ്ങ് പോയി അവിടെ നിന്നുള്ള ഫൈനലിസ്റ്റും കൂടിയാണ്. ആ റിയാലിറ്റി ഷോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പാർവതി വരുന്നു. ഇപ്പോൾ ഇപ്പോൾ വിലായത് ബുദ്ധയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞത്. ഇപ്പോൾ നേരത്തെ ഒരു ബോളിവുഡ് സിനിമ റിലീസായിരുന്നു, പരം സുന്ദരി എന്നാണ് ചിത്രത്തിൻ്റെ പേര്. സിദ്ധാർത്ഥ് മൽഹോത്ര, ജാൻവി കപൂർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമയാണ്. ആ സിനിമയെ പറ്റി അറിയാത്തവരാരും ഉണ്ടാവില്ല. ആ സിനിമയുടെ ഏറ്റവും ബാങ്ങർ സോങ് ആലപിച്ചതും പാർവതിയാണ്. പാർവതിയുടെ ഒരു മലയാളം ട്രെൻഡ് പാട്ട്, അത് ഞാനിപ്പോൾ നമ്മൾ ഈ 10 ലക്ഷം ഒന്നുമല്ല, അത് എത്ര വ്യൂ പോയി പാർവതി? അത് 14 to 15 മില്യൺ വരെ 14 to 15 മില്യൺ പോയല്ലോ. അപ്പോൾ അത് സത്യമായ വളരെ ട്രെൻഡിങ് ആയ ഒരു പാട്ടാണ്. ജാൻവി തന്നെ ഒരു മലയാളിയായിട്ടാണ് പോർട്രേ ചെയ്യുന്നത്. ആ മലയാളി വേർഷനായിട്ടാണ് പാർവതി ആ പാട്ടിൽ ആലപിച്ചത്. ഞാൻ നേരിട്ട് പറഞ്ഞിട്ടില്ല പാർവതി, അത് അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ. അതും കൂടി ഈ ഒരു അവസരത്തിൽ പറയാം. ഇപ്പോൾ വിജയ് യേശുദാസിനൊപ്പം അല്ലേ ഈ പാട്ട് ആലപിക്കുന്നത്? ഞാൻ പറയുന്നത് ഈ പാട്ടിലെ പോർഷൻസിൽ ത്രൂ ഔട്ട് പാർവതിയാണല്ലോ. വിജയ് യേശുദാസിനാകെ എനിക്ക് തോന്നുന്നു 3-4 വരികൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ തോന്നുന്നത്. അങ്ങനെ വരുന്നത് തന്നെ വളരെ റെയറാണ്. അനുപല്ലവിയില് ഒരു രണ്ട് ഭാഗം വരുന്നുണ്ട്. ഓക്കെ, എന്നാൽ പാർവതി നമുക്കൊന്ന് നേരിട്ട് ആ റെക്കോർഡിംഗ് സെഷനിൽ നിന്നൊന്നും അല്ലാതെ ജസ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ലൈവായിട്ടൊന്ന് പാടാവോ? തീർച്ചയായിട്ടും. 5 നാട്ടുകള്ള ആസക്കള്ള നെഞ്ചുക്കുള്ള നീതാ പുതവാനവില്ല மேலே நல்லுசா ஆனி நேலிசா நான் தானே ஒரு சாய காட்டுராசா ചിലക്കമെല്ലാം കൊണ്ട് മുന്നിൽ നീ വന്നാ നിന്നാ ചങ്കെടുപ്പ് കൂടണെന്തേ കണ്ണിലായി നിന്നെ കണ്ട ചന്ദന ചായം മിന്നും നിന്മാരത്തായി ചായുവാൻ ചിന്തമിഴ് ചന്തം കൊണ്ട് കൊഞ്ചി കൊഞ്ചി പേസുവാനുമലെ നല്ലുസ ആനി നീലിസ നാന്ദനെ ഒരു സായ കാട്ടുരാസാ. പൊളി ഗംഭീരം. നമ്മൾ ആ പാട്ട് സത്യം പറഞ്ഞാൽ അത് ആ ഒരു രീതിയിൽ നമ്മൾ
യൂട്യൂബിലൊക്കെ കേൾക്കുമ്പോഴും പിന്നെ ഇൻസ്റ്റാഗ്രാമിലും വൈറലായിട്ട് നിൽക്കുകയുള്ളൂ. ഞാൻ പറയുന്നത് ഈ ഇൻസ്റ്റാഗ്രാം വൈറലാകുന്നത് പാർവതിക്ക് ആദ്യത്തെ അനുഭവമല്ലല്ലോ. ഈ പറഞ്ഞ പോലെ ആ സരിഗമപ്പയിലെ പല പല റീൽസും അല്ലാണ്ട് തന്നെ വളരെയധികം ട്രെൻഡിങ് ആകുന്നുണ്ട്. ആൻഡ് അവിടുത്തെ ജഡ്ജിങ് പാനലിനെ പറ്റി ഒന്ന് പറയാം. നമുക്ക് അവിടുത്തെ ഗായകരെ പറ്റിയുള്ള വിശദാംശങ്ങളൊന്നും നമുക്ക് അധികം ഇവിടെ കിട്ടാറില്ല. അവിടുത്തെ അനുഭവങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. അവിടെ ആക്ച്വലി നമ്മൾ ടോപ്പ് 12 കണ്ടസ്റ്റൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എവ്രിവൺ ലൈക്ക് ഭയങ്കര നല്ല ചാലഞ്ചിങ് പേഴ്സണാലിറ്റി ഉള്ള എല്ലാം കണ്ടസ്റ്റൻസ് ആയിരുന്നു. അവിടെ ജഡ്ജിങ് പാനലില് നമുക്ക് ടീം വൈസ് ആയിരുന്നു. സച്ചിൻ ജിഗർ സർ, പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ പരം സുന്ദരിയുടെ മ്യൂസിക് കമ്പോസർ ഡുവോ ആണ്, പിന്നെ ഗുരു രന്ധാവ, പിന്നെ സച്ചേത് പരമ്പര. അപ്പൊ ഞാൻ സച്ചേത് പരമ്പരയുടെ ടീമിലായിരുന്നു. നമ്മുടെ ഈ മെഗാ ഓഡിഷൻസില് 3 ചാൻസസ് കിട്ടും ഈ ജഡ്ജസിന് ടു ചൂസ് ആരെ വേണം നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങളുടെ ടീമിലോട്ട് എടുക്കാൻ ഉള്ള ഒരു ഫസ്റ്റ് ചാൻസ് കിട്ടും. അപ്പൊ അതില് 3 പേരെ ഇങ്ങനെ ഓരോന്നായിട്ട് ചൂസ് ചെയ്തു. അപ്പൊ ഞാൻ സച്ചിത് പരമ്പരയിലാണ് ചൂസ് ആയിരുന്നത്. ഇല്ല പാർവതി, ഇപ്പോൾ പരം സുന്ദരിയുടെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനാണെന്ന് തോന്നുന്നു സോനു നിഗത്തിനെ മീറ്റ് ചെയ്തു, ശ്രേയ ഘോഷാലിനെ മീറ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവിടെ വെച്ചാണോ ആദ്യമായിട്ട് ഇരുവരെയും മീറ്റ് ചെയ്യുന്നത്? അതെ, തീർച്ചയായിട്ടും. ഇവിടെ ശ്രേയ ഘോഷാൽ മാമിന്റെ പല കോൺസേർട്സിലും ഞാൻ ഇങ്ങനെ പോകാൻ ശ്രമിച്ചിട്ടുണ്ട്, 2-3 പക്ഷെ ഇവിടെ ഭയങ്കര ഹെവി റെയിൻഫോൾ ഒക്കെ കാരണം കൊണ്ട് പിന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോ പരം സുന്ദരിയുടെ ഓഡിയോ ലോഞ്ചിലാണ് ഞാൻ ആദ്യമായിട്ട് ശ്രേയ മാമിനെ നേരിട്ട് കാണുന്നത് തന്നെ. അപ്പൊ ഞാനിങ്ങനെ ഗ്രീൻ റൂമിലൊക്കെ പോയപ്പോ ഇങ്ങനെ മാം ഓരോരുത്തരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോ ഞാനിങ്ങനെ ഭയങ്കര റെഡി ആയി നിൽക്കായിരുന്നു, പ്രിപ്പയർ ആയി നിൽക്കായിരുന്നു. ഓക്കെ, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സോനു സാറും വന്നു. അപ്പോഴേക്കും മാം ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ, കാരണം ആ സമയത്ത് തന്നെ സരിഗമപ്പയും ഇന്ത്യൻ ഐഡലും ഒന്നിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ മാം ഇന്ത്യൻ ഐഡലിന്റെ ജഡ്ജ് ആയിരുന്നു ഓൾറെഡി. അപ്പോ ഷി വാസ് ലൈക്ക്, അയ്യോ ഞാൻ പാർവതി ഒരുപാട് കേട്ടിട്ടുണ്ട്, പാന സോജാ സര പാട്ടൊക്കെ നല്ല രീതിക്ക് കേട്ടിട്ടുണ്ട്. സോ ഇറ്റ് വാസ് വെരി ഹാപ്പി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ സമയത്ത്, കാരണം എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല, മാം തന്നെ ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓഡിയോ ലോഞ്ച്. സ്റ്റേജ് ഷെയർ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി 2 ലിവിംഗ് ലെജൻഡ്സിനൊപ്പം. ഈ വിജയ് യേശുദാസിനൊപ്പം നിങ്ങൾ നേരിട്ട് കണ്ടിരുന്നു? സംശയം കൊണ്ട് ചോദിക്കുന്നത്, റെക്കോർഡിംഗ് ഇല്ല, കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ എന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞിട്ടാണ് വിജയേട്ടന്റെ റെക്കോർഡിംഗ് നടന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ കമ്മിങ് ബാക്ക് നമ്മൾ ഈ ജേക്സ് ബിജോയ് ലോകത്തിലേക്ക് വരാം. നമുക്ക് ഈ വിലായത് ബുദ്ധയിലേക്ക് വരാം. വിലായത് ബുദ്ധയുടെ ഈ കോൾ എങ്ങനെയാണ് വരുന്നത്? അതായത് ഇപ്പോൾ ജേക്സിനൊപ്പം നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പാർവതി പറയുന്നു, പക്ഷേ ഈ ത്രൂ ഔട്ട് സോങ് അല്ലല്ലോ, അതൊരു ചെറിയൊരു പോർഷൻ പാടാൻ വേണ്ടിയിട്ടായിരുന്നല്ലേ നേരത്തെ വിളിച്ചിരുന്നത്. ഈ കോൾ വരുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ട് പാർവതി എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നത്? ഞാൻ എന്തുകൊണ്ടെന്ന് ചോദിച്ചില്ല, പെട്ടെന്ന് സാർ അയച്ചപ്പോ നമുക്ക് എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലല്ലോ. അയ്യോ, പെട്ടെന്ന് മെസ്സേജ് അയച്ചാൽ ഓ മൈ ഗോഡ്, മോർ ദാൻ ഹാപ്പി. അപ്പൊ അതിന് റീസൺ ഒന്നും ചോദിക്കാൻ പോയില്ല. ബട്ട് യെസ്, എനിവേസ് സാർ ഇങ്ങനെ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിരുന്നു, ഇങ്ങനെ പാർവതി നമുക്കൊരു പാട്ട് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനാണെങ്കിൽ അയ്യോ ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു ഓപ്പറേഷൻ ജാവയ്ക്ക് ശേഷം. പിന്നെ ഉടൻ തന്നെ നെക്സ്റ്റ് ഡേ സാറിന്റെ അസിസ്റ്റന്റ് ഒക്കെ വിളിച്ചു, ഡോൺ വിൻസെന്റ് ആയിട്ട് വിളിച്ചിരുന്നു, പാട്ടൊക്കെ ഷെയർ ചെയ്തു. അങ്ങനെ പാട്ട് പാടി അയച്ചു കൊടുത്തു. ആൻഡ് ദെൻ ദേ സെഡ് ദാറ്റ് കൊച്ചിയിൽ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ പെട്ടെന്ന് കൊച്ചിയിലോട്ടൊക്കെ പോയി. പിന്നെ റെക്കോർഡിംഗ് സെഷൻ നടന്നപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജയൻ സാർ അവിടെ ഉണ്ടായിരുന്നു, ജയൻ നമ്പ്യാർ സാർ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളി പറഞ്ഞു സരിഗമപ്പയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു പാട്ടില് പാർവതിയുടെ വോയിസ് ചിലപ്പം സൂട്ട് ആകും. അങ്ങനെയാണ് ഞാൻ ജേക്സിനോട് പറയുന്നത്, ജേക്സ് സാറിനോട് പറയുന്നതും പിന്നെ പാർവതിയെ വിളിക്കുന്നതും എന്നാ പറഞ്ഞത്. സോ ദിസ് ഇസ് ഹൗ ദ പ്രോസസ് ടുക്ക് പ്ലേസ്. അപ്പോൾ സംവിധായകനാണ് ജേക്സ് ബിജോയോട് ലൈക്ക് പറയുന്നത്. അതെ. ഓക്കെ, മനസ്സിലായി. ഈ വിലായത് ബുദ്ധയ്ക്ക് മേലുള്ള പ്രതീക്ഷകൾ എന്താണ് പാർവതി? ഞാൻ ഈ സിനിമയുടെ ടീസറൊക്കെ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാട്ട് ഓബ്വിയസ്ലി കണ്ടിട്ടുണ്ടാവും. സച്ചി സാറിൻ്റെ ഡ്രീം പ്രോജക്റ്റാണ്. നമുക്ക് ആ പടം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു വേറൊരു ഓഡിയൻസിൻ്റെ കാത്തിരിപ്പുണ്ട്. കാരണം ഇതൊരു വളരെ ഇമോഷണലായിട്ട് എടുക്കുന്ന ആളുകളുണ്ട് ഈ സിനിമ. പൃഥ്വിരാജിന് പോലും ഈ സിനിമ വളരെ ഇമോഷണൽ ആയിട്ടൊരു സിനിമയും കൂടിയാണ്. വാട്ട് ആർ യുവർ എക്സ്പെക്ടേഷൻസ്? ജസ്റ്റ് ഒരു അറിയാൻ വേണ്ടിയിട്ടുള്ള ഐ തിങ്ക് ഇപ്പോ എല്ലാം റെസ്പോൺസ് ഒക്കെ കാണുമ്പോ ടീസർ ആയാലും പിന്നെ നമ്മുടെ ഓഡിയോസ് BGMs ആയാലും നമ്മുടെ പാട്ടായാലും നോക്കുമ്പോ ഐ തിങ്ക് ഇറ്റ്സ് ഗോണ ബി എ ഹിറ്റ് എന്നാ തോന്നുന്നത് എനിക്ക്. കാരണം എല്ലാ റെസ്പോൺസ് കാണുമ്പോ എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടാണ് കാത്തിരിക്കുന്നത്. സോ ഐ റിയലി നോ, അല്ലെങ്കിൽ ഐ റിയലി ഹോപ്പ് ദാറ്റ് ഇറ്റ് ടേൺസ് ഔട്ട് ടു ബി എ ബ്ലോക്ക് ബസ്റ്റർ. വരുന്ന പ്രോജക്റ്റുകൾ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ? എനിത്തിങ് അങ്ങനെ എന്തെങ്കിലും പുതിയ പാട്ടുകൾ, ഐ മീൻ പ്ലേ ബാക്ക് എങ്ങനെയായിട്ട് അങ്ങനെ എന്തെങ്കിലും? ഇതാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. ബാക്കി ഇനി വഴിയെ ദൈവം സഹായിച്ച് കിട്ടട്ടെ. ഇപ്പോ ഈ പാട്ട് ട്രെൻഡിങ് ആകുന്നത് പോലെ തന്നെ ഇപ്പം
പരംസുന്ദരിയും അതേ രീതിയിൽ വരുന്നു. ഇപ്പോൾ സിനിമയിൽ തുടരുന്ന പാട്ടുകളൊക്കെ ഗോൾഡായിട്ട് മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. അതിലേക്ക് ഒരു കണ്ടിന്യൂഷനായിട്ട് തുടർന്നും ഉണ്ടാവട്ടെ. എന്തായാലും പാർവതി, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. പങ്കെടുത്തതിൽ, നമ്മുടെ പ്രേക്ഷകരോട് സംസാരിച്ചതിൽ, പാട്ട് പാടിയതിൽ, തുടർന്നും അങ്ങോട്ടൊരു ഗംഭീരമായ ഒരു ജേർണി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് പാർവതി, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. Thank you so much. യെസ്, അപ്പോൾ അത് തന്നെയാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു വളരെ ഇമോഷണൽ ആയിട്ടൊരു സിനിമയും കൂടിയാണ് വിലായത് ബുദ്ധ. സിനിമ പ്രേക്ഷകർക്ക് വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റും ആ ഒരു കാര്യം. കാരണം അത്രയും വലിയൊരു പ്രതീക്ഷയിൽ നിൽക്കുന്നൊരു സിനിമയും കൂടിയാണ്. ആ സിനിമയിലെ ഈ ഒരു ഗാനവും കൂടി വളരെ ട്രെൻഡിങ് ആയതുകൊണ്ടാണ് പാർവതിയെ അതിഥിയെ ക്ഷണിക്കുകയും ചെയ്തത്. എന്തായാലും നമ്മൾ ഒരു ഇടവേളയ്ക്ക് പോവാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളും സാമ്പത്തിക ഇടപാടുകളും ദുരൂഹമാണ്. സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നിയമങ്ങൾ മറികടന്നാണ് തൃശ്ശൂരിലെ തിയേറ്ററും IT പാർക്കും ചാനലും വാങ്ങിയതെന്നാണ് റിപ്പോർട്ട്. തൃശ്ശൂരിലെ രാഗം തിയേറ്റർ വാങ്ങിയ ശേഷം അതിന്റെ ആധാരം പണയം വെച്ച് ചെന്നൈയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് 50 കോടി രൂപ BLM വായ്പ എടുത്തെന്നും IBക്ക് വിവരം ലഭിച്ചു. BLM സ്ഥാപകനായ പ്രേംകുമാർ ഈ കടലാസ് കമ്പനിയുടെ ഡയറക്ടറെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ നേരത്തെ തന്നെ പരാതികൾ ഉയർന്നിരുന്നു. ഹൗസിംഗ് സൊസൈറ്റികൾക്ക് ഭവന വായ്പകൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മാത്രമേ പണം ലോൺ കൊടുക്കാൻ കഴിയൂ. എന്നാൽ BLM നിക്ഷേപത്തുക മറ്റു പല ഇടപാടുകൾക്കുമായി ഉപയോഗിക്കുന്നുവെന്നാണ് പരാതി. BLMന്റെ പേരിൽ തിയേറ്ററും ആശുപത്രിയും ജ്വല്ലറികളും ഹോട്ടലുകളും കോളേജുകളും IT പാർക്കും ഉണ്ടെന്ന് അവർ തന്നെയാണ് പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം BLM ട്രാൻസ്പോർട്ട് എന്ന പേരിൽ വാഹന ഇടപാടുകൾ നടത്തുന്നുവെന്നാണ് വിവരം. തമിഴ്നാട്, കേരളം, പോണ്ടിച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന BLMന് ആകെ 130 ബ്രാഞ്ചുകളുണ്ട്. ഇതിൽ കേരളത്തിൽ മാത്രം 85 ബ്രാഞ്ച്. അതിൽ 10,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപമുണ്ടെന്നാണ് സൂചന. എന്നാൽ ബാങ്ക് ട്രാൻസാക്ഷൻ വഴി 600 കോടി മാത്രം. ബാക്കി കള്ളപ്പണ ഇടപാടുകളെന്നാണ് IBയുടെ റിപ്പോർട്ടിലുള്ളത്. 16 മുതൽ 20% വരെയും പലിശ വാഗ്ദാനം ചെയ്താണ് ഈ സഹകരണ സ്ഥാപനം നിക്ഷേപം സ്വീകരിക്കുന്നത്. 2023 ഇടുക്കി ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളും ക്രൈംബ്രാഞ്ചും BLMനെതിരെ ബഡ്സ് ആക്ട് പ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ നിന്ന് ആ കേസുകളുടെ അന്വേഷണമെല്ലാം മരവിപ്പിച്ചു. സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നിയമപ്രകാരം ഹൗസിംഗ് സൊസൈറ്റികൾക്ക് എന്റർടൈൻമെന്റ് സെക്ടറുകളിൽ പണം നിക്ഷേപിക്കാൻ അനുമതിയില്ല. എന്നാൽ BLM തിയേറ്ററുകളിലും ഒരു യൂട്യൂബ് ചാനലിലും പണം നിക്ഷേപിച്ചത് ഈ നിയമങ്ങളെല്ലാം മറികടന്നെന്നാണ് ആക്ഷേപം. വ്യവസായി ജോർജിൽ നിന്ന് തൃശ്ശൂരിലെ രാഗം തിയേറ്റർ വാങ്ങിയ BLM അതിന്റെ ആധാരം പണയം വെച്ച് ചെന്നൈയിലെ ബ്രേസ് ഫിൻവെസ്റ്റ് എന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് 50 കോടി രൂപ വായ്പയെടുത്തെന്നും IBക്ക് വിവരം ലഭിച്ചു. നിക്ഷേപകരുടെ പണം കൊണ്ടുവാങ്ങിയ തിയേറ്റർ പണയപ്പെടുത്തി വായ്പയെടുത്തത് അംഗങ്ങളുടെ അനുമതി ഇല്ലാതെയെന്നും ആക്ഷേപമുണ്ട്. എന്നാൽ BLM സ്ഥാപകനായ പ്രേംകുമാർ ബ്രേസ് ഫിൻവെസ്റ്റ് എന്ന കടലാസ് കമ്പനിയുടെ ഡയറക്ടറെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. M5 യൂട്യൂബ് ചാനൽ വാങ്ങിയ BLM ഇത് സാറ്റലൈറ്റ് ചാനലാക്കുമെന്ന് പരസ്യപ്പെടുത്തി നിരവധി പേരിൽ നിന്ന് പണം പിരിക്കുന്നതായും ആക്ഷേപമുണ്ട്. എടപ്പാളിലുള്ള ശ്രീവത്സം ആശുപത്രി BLMന്റെ പേരിലെന്നാണ് അവരുടെ അവകാശവാദം. എന്നാൽ ഒരു ട്രസ്റ്റിന്റെ ഓഹരി വാങ്ങാൻ അനുമതിയില്ലെന്നിരിക്കെ ഈ ആശുപത്രി വാങ്ങിയതിലെ ഇടപാടുകളും ദുരൂഹമാണ്. ന്യൂസ് 18 കൊച്ചി. ഇനി BLM ദുരൂഹമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം വരും മുമ്പേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു മുസ്ലിം ലീഗ്. മലപ്പുറം മങ്കട പഞ്ചായത്തിലെ 9ാം വാർഡ് സ്ഥാനാർത്ഥിയാണ് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചത്. ജനറൽ വാർഡാണെങ്കിലും UP ഫാത്തിമയെയാണ് ലീഗ് ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. CV അനുമോദിന്റെ റിപ്പോർട്ടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനിയും ദിവസങ്ങൾ ശേഷിക്കുന്നുണ്ട്. എന്നാണ് തെരഞ്ഞെടുപ്പെന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ മലപ്പുറം മങ്കട പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ 9ാം വാർഡ് സ്ഥാനാർത്ഥിയെ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. UP ഫാത്തിമ. കേരളത്തിൽ തന്നെ ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഫാത്തിമ. നമ്മളൊപ്പം ഫാത്തിമ ചേരുന്നുണ്ട്. ഒപ്പം ഇവിടുത്തെ ലീഗിന്റെ നേതാക്കളും പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ചേരുന്നുണ്ട്. ഇതിപ്പോൾ വളരെ നേരത്തെയാണ് പ്രഖ്യാപനം എന്ന് പറയാം. എന്താണ് ഇങ്ങനെ ഒരു വളരെ നേരത്തുള്ള പ്രഖ്യാപനത്തിന്റെ കാരണം? ഞാൻ 2 പ്രാവശ്യം നമ്മൾ പഞ്ചായത്തിൽ ഭരണസമിതിയിൽ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ചെയർപേഴ്സണും ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നമ്മളെ വാർഡിൽ പൊതുപ്രവർത്തനം ഏകദേശം ഒരു 25 വർഷത്തോളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുടുംബശ്രീൻ്റെ 8 വർഷത്തോളമായി ചെയർപേഴ്സണാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ നിന്നാൽ കിട്ടും. കയ്യിലെ രേഖ പോലെയാണല്ലേ? വാർഡ് ഏകദേശം കയ്യിലെ രേഖ പോലെയാണ്. എല്ലായിടത്തും എല്ലാ മുക്കുമൂലയും നമുക്കറിയാം. അപ്പോൾ പിന്നെ നമ്മളെ പാർട്ടി ഏറ്റവും മുൻപേ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു. അത് എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ആദ്യം പ്രഖ്യാപിച്ചു. അതിൽ വലിയ സന്തോഷമുണ്ട്. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം എങ്ങനെ ആളുകളെ കാണാനും വോട്ട് വയ്ക്കാനൊക്കെ തുടങ്ങിയോ? കുറച്ചൊക്കെ
ഏകദേശം കുറച്ചൊക്കെ തലമുതിർന്ന ആൾക്കാരൊക്കെ കാണൽ തുടങ്ങിയിട്ടുണ്ട്. ബാക്കി ഇനി ഒന്നിച്ചിറങ്ങൽ 2 ദിവസം കഴിയട്ടെ എന്നുള്ളൊരു ഇതിലായിട്ടാണ്. എന്തായാലും വലിയ ആത്മവിശ്വാസമുള്ള വാർഡായിരിക്കും അല്ലേ? അതെ, ആത്മവിശ്വാസമുണ്ട്. മുമ്പ് അവിടെ മെമ്പറായിരുന്നോ? ആയിരുന്നു. 2000-ലും 2010-ലും അങ്ങനെ 2 ടൈമായിട്ട് മെമ്പറായിട്ടുണ്ട്. ഇപ്പോൾ 8 വർഷമായിട്ട് ചെയർപേഴ്സണുമാണ്. എന്താണ് ഇത്ര നേരത്തെ പ്രഖ്യാപിക്കാനുള്ള ഒരു കാരണം? നമ്മുടെ ഇവരെ പ്രഖ്യാപിച്ച 9ാം വാർഡ് എന്ന് പറയുന്നത് ഇപ്പം പുതിയ 3 വാർഡ് ഉണ്ടാക്കിയതിലൊരു വാർഡാണ്. ആ വാർഡിൽ പിന്നെ ഇവർ നേരത്തെ 2 പ്രാവശ്യം മെമ്പറായിരുന്ന ആ പ്രദേശത്തിലെ ഭൂരിപക്ഷം ഭാഗമാണ് ഈ പുതിയ വാർഡിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ കുറേ ആളുകൾ വന്നിട്ട് നറുക്കെടുക്കുന്നതിന് മുമ്പ്, സംവരണ വാർഡ് നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞു, ആണായാലും പെണ്ണായാലും ഞങ്ങൾക്ക് UP ഫാത്തിമയാണ് സ്ഥാനാർത്ഥി എന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സംവരണ വാർഡ് നറുക്കെടുപ്പ് കഴിഞ്ഞു, SC ഒന്നും ആയില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ആളുകൾ വന്നിട്ട് പാർട്ടിയോട് നേരത്തെ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഗുണമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ നിലക്ക് പാർട്ടി പ്രഖ്യാപിച്ചു. പാർട്ടിക്ക് എങ്ങനെയാ കരുത്തുള്ളൊരു വാർഡാണോ അത്? പിന്നെ UP ഫാത്തിമ സ്ഥാനാർത്ഥി ആയതോടുകൂടി 100% നമുക്കത് വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു വാർഡായി മാറിയിട്ടുണ്ട്. ഇതിൽ വേറെ പേരുകളൊന്നും പാർട്ടിയിൽ വന്നില്ല? ഇല്ല. നമ്മൾ ഈ കേരളത്തിൽ തന്നെ UDFൻ്റെ ഒരു ആത്മവിശ്വാസം കൂട്ടുന്ന ഒരു പ്രഖ്യാപനമാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പാർട്ടി മലപ്പുറം ജില്ലയിൽ തന്നെ ശക്തമായിട്ടുള്ള വാർഡുകളിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതാണ്. അപ്പോൾ നമ്മളെ കേരളത്തിൽ തന്നെ മുസ്ലിം ലീഗിനും പ്രത്യേകിച്ച് UDFനും വളരെ ആത്മവിശ്വാസത്തോടെ മുന്നേറാനുള്ള ഈ പ്രഖ്യാപനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കി. എങ്ങനെയാണ് പ്രചരണമൊക്കെ? അല്ല, അതിപ്പോൾ അവർ പറഞ്ഞല്ലോ, അവർ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും ചെറിയ പ്രദേശമാണല്ലോ, മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഏതായാലും നമ്മൾ ഈ ഒരു മാസം ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടനെ മറ്റുള്ള സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിക്കും. അതോടുകൂടി കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. ഈ ജനറൽ വാർഡിലാണ് ഫാത്തിമ മത്സരിക്കുന്നത്. അത് വാർഡിൻ്റെ തന്നെ ഒരു ആവശ്യമായിട്ട് വരുന്നതൊക്കെ പറയുമ്പോൾ വലിയ ആത്മവിശ്വാസമായിരിക്കും അല്ലേ? ഉണ്ട്. അത് വാർഡിൽ തന്നെ നമുക്കിങ്ങനെ നിങ്ങളതിനെ നിൽക്കണം എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണല്ലോ. പിന്നെ ഏകദേശം നമുക്ക് നല്ല പരിചയമുള്ള വാർഡാണ്. ഓരോ മുഖം എവിടെയെന്ന് നമുക്ക് പേര് പറഞ്ഞാൽ തന്നെ ആ മുഖം ഇന്ന സ്ഥലത്താന്നുള്ളത് നമുക്കറിയാൻ കഴിയും. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 25 വർഷത്തോളം ആ വാർഡുമായിട്ടുള്ള ബന്ധമുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എതിരാളി ആരായാലും പേടിയില്ല. ഇല്ല, അത് ആരായാലും നമുക്ക് പ്രശ്നമില്ല. അതാണ് ആത്മവിശ്വാസം. ഒരു ജനറൽ വാർഡിലാണ് ഒരു വനിതയെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്, അതും മാസങ്ങൾക്ക് മുമ്പ്. അതുതന്നെ അവർക്കുള്ള ആത്മവിശ്വാസത്തെ കാണിക്കുന്നതാണ്. എന്താണെങ്കിലും സമയം ഒട്ടേറെ ഉള്ളതുകൊണ്ട് പ്രചരണത്തിനും ഇഷ്ടംപോലെ സാവകാശമുണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ ആളുകളെ ഫോണിൽ വിളിച്ച് നേരിട്ട് കണ്ടും പ്രചരണത്തിലും സജീവമായി കഴിഞ്ഞിട്ടുണ്ട് UP ഫാത്തിമ. മലപ്പുറത്തുനിന്നും CV അനുമോദ്, ന്യൂസ് 18. വളരെ ആത്മവിശ്വാസത്തിലാണ് UP ഫാത്തിമ. ഈ വിജ്ഞാപനം വരുന്നതിന് മുമ്പേ തന്നെ, മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ് മുസ്ലിം ലീഗ് മലപ്പുറം മങ്കടയിൽ. എന്തായാലും വോട്ട് ചോദിക്കലുമൊക്കെ ബന്ധപ്പെട്ട് UP ഫാത്തിമ മുന്നോട്ട് പോകുക തന്നെയാണ്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. കോഴിക്കോട് കൂടരഞ്ഞി പെരുമ്പുള മഞ്ഞക്കടവിൽ കിണറ്റിൽ വീണ പുലിയെ വനം വകുപ്പ് കൂട് വെച്ച് പിടികൂടി. പുലർച്ചെ 1 മണിയോടെയാണ് പുലിയെ കൂട്ടിലാക്കിയത്. പിടികൂടിയ പുലിയെ താമരശ്ശേരി റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി. ഗുലാം നബി ആസാദ് ചേരും വിശദാംശങ്ങളുമായി. ആസാദ്, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെയായിട്ട് ഈ പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ അവിടെ തുടരുന്നുണ്ട് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും CCTV ക്യാമറ വെച്ചതിന് ശേഷമാണ് അത് പുലിയാണെന്ന് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം വളരെ ശക്തമായ രീതിയിൽ ആ മിഷൻ സക്സസ്ഫുൾ ആയി എന്ന് വേണം തന്നെ പറയാനല്ലേ? കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ്, ഇന്ന് പുലർച്ചെയാണ് പുലിയെ കൂട് വെച്ച് പിടികൂടിയത്. കഴിഞ്ഞ ദിവസമാണ് കിണറ്റിൽ കൂട് ഇറക്കി സ്ഥാപിച്ചത്. വനം വകുപ്പിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലാണ് കൂട് സ്ഥാപിച്ചിരുന്നത്. കൂട് സ്ഥാപിച്ച് ഇര വെക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയാണ് പുലി കൂട്ടിൽ കുടുങ്ങിയത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് പുലിയെ കിണറ്റിൽ കണ്ടത്. മഞ്ഞക്കടവ് സ്വദേശി കുരിയാച്ചന്റെ പറമ്പിലെ കിണറ്റിലാണ് പുലിയെ കണ്ടത്. തുടർന്ന് പുലി കിണറ്റിലെ തന്നെ ഒരു വലിയൊരു മാളത്തിലേക്ക് മറഞ്ഞു നിൽക്കുകയായിരുന്നു. പല രീതിയിലും പുലിയെ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും യാതൊരു രക്ഷയും ഉണ്ടായിരുന്നില്ല. CCTV ക്യാമറകൾ, അതേപോലെ തന്നെ പടക്കം ഉപയോഗിച്ച് പൊട്ടിക്കൽ, അത് തുടർച്ച് പിന്നീട് കിണറ്റിൽ ഇര വെച്ച് ഉള്ള ഒരു പരിശോധന, ഇതിലാണ് പുലി ഇര കൊണ്ടുപോയതായിട്ട് കണ്ടത്. പിന്നീട് CCTV ക്യാമറ സ്ഥാപിച്ചു 2 ദിവസം മുമ്പ്. അതിനുശേഷം ഇന്നലെ പുലിയുടെ ദൃശ്യം ലഭിക്കുകയും തുടർന്ന് വനം വകുപ്പ് കൂട് എത്തിച്ച് കിണറ്റിലിറക്കി അഗ്നിരക്ഷാ സേനയുടെ ഉൾപ്പെടെ സഹായത്തോടെ കൂട്ടിൽ
കിണറ്റിൽ കൂടിറക്കി ഇരയെ സ്ഥാപിച്ചതോടെയാണ് ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി പുലിയെ പിടികൂടാൻ സാധിച്ചത്. പിടികൂടിയ പുലിയെ ഇപ്പോൾ താമരശ്ശേരി റേഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പുലിക്ക് സാരമായ മുഖത്തും ഉൾപ്പെടെ സാരമായ പരിക്കുകൾ അല്ലാതെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും. അത് തന്നെയാണ്, പുലിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, അപ്പോഴേക്കും ആസാദ് പറഞ്ഞു. എന്തായാലും ബുധനാഴ്ചയാണ് പുലിയെ കിണറ്റിനകത്ത് നിന്നും കുടുങ്ങിയൊരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ 4 ദിവസമായിട്ട് ആ കിണറ്റിലായിരുന്നു പുലി. അതിനു വേണ്ടിയിട്ട് പിടികൂടാനുള്ള ശ്രമങ്ങൾ പലതും ഉണ്ടായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം CCTV വെച്ചതോടെ അത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ കൂട് സ്ഥാപിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ താമരശ്ശേരി റേഞ്ച് ഓഫീസിലേക്ക് പുലിയെ കൊണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ആരോഗ്യവാനാണ് പുലി എന്നത് വേണം കണക്കാക്കാൻ. ആസാദാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മളിനി ഹിജാബ് വിവാദത്തിലേക്ക് വരികയാണ്. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വിദ്യാർത്ഥിനിയെ ഉടൻ സ്കൂൾ മാറ്റില്ലെന്ന് കുടുംബം. ഹൈക്കോടതി നിലപാട് കൂടി അറിഞ്ഞ ശേഷമാകും തീരുമാനം. ഹൈക്കോടതിയിൽ സ്കൂൾ നൽകിയ ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കും എന്നുള്ളതാണ്. ഡാനി ചെയ്യുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, ഹൈക്കോടതിയിൽ നിന്നുമുള്ള തീരുമാനം അറിഞ്ഞതിന് ശേഷം മാത്രം മാറ്റം, കുടുംബത്തിൽ നിന്നും കൃത്യമായ ധാരണയ്ക്ക് എത്തുകയാണ് അല്ലേ? അതെ, ഹൈക്കോടതിയിൽ ഈ കേസിൽ ഇവര് കക്ഷി ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിലപാട് അറിഞ്ഞതിന് ശേഷം മാത്രം മതി എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബത്തിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട വക്കീലാണ്, അഭിഭാഷകനാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിലപാടെടുത്തിരുന്നു. ഇവരെ സർക്കാർ ഇത് സംബന്ധിച്ച് ഇറക്കിയ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയെ സ്കൂൾ അധികൃതർ സമീപിച്ചത്. എന്നാൽ സ്റ്റേ ചെയ്യാൻ വിസമ്മതിക്കുകയും ഇക്കാര്യത്തിൽ എന്താണ് സർക്കാർ നിലപാടെന്നത് ആരായുകയും ചെയ്തിരുന്നു. കേസ് വെള്ളിയാഴ്ച പരിഗണിക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുവരെയും കുട്ടിയെ സ്കൂൾ മാറ്റേണ്ടതില്ല, സർക്കാർ നിലപാട് ഇക്കാര്യത്തിൽ പൂർണ്ണത വ്യക്തമാകട്ടെ എന്നതാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. നേരത്തെ ഇനി ആ സെന്റ് ജോസഫ് സ്കൂളിലേക്ക് ഇനി കുട്ടിയെ വിടുന്നില്ല, അവിടുന്ന് TC വാങ്ങിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇനിയിപ്പോൾ കോടതി ഇക്കാര്യത്തിൽ എന്ത് തീർപ്പ് കൽപ്പിക്കുന്നു, കോടതി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ, ഇക്കാര്യത്തിൽ കുട്ടി അവിടെ തുടർന്ന് പഠിപ്പിക്കണം, ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം സർക്കാർ എന്താണ് കോടതി അറിയിക്കുക, അതിന് ആനുപാതികമായിട്ടായിരിക്കും കോടതിയും തീരുമാനമെടുക്കുക. അപ്പോൾ അതുവരെയും കാക്കുക എന്നതാണ് ഇപ്പോൾ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. തൽക്കാലം സെന്റ് ജോസഫ് സ്കൂളിലെ നിന്ന് TC വാങ്ങേണ്ടതില്ല എന്നാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഡാനി, അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ പിതാവ് ഒരു മതഭ്രാന്തനാണെന്ന് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ, വ്യാജ പ്രചരണങ്ങൾ ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിൽ എങ്ങനെയാണ് കാരണങ്ങൾ? കാരണം ഇപ്പോൾ ഡാനി പറഞ്ഞതുപോലെ തന്നെ ഈ TC വാങ്ങുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നല്ലോ. അതിൽ നിന്നുമാണ് ഇപ്പോൾ മറ്റൊരു നിലപാട് എടുക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്നും നിലപാട് അറിഞ്ഞതിന് ശേഷം, തീരുമാനം അറിഞ്ഞതിന് ശേഷം ആകാം തീരുമാനം എന്നതിലേക്ക് വരുന്നു. ഈ കുട്ടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്കൂളിൽ പോകുന്നില്ല, മാനസികമായ സംഘർഷം കുട്ടിയെ ബാധിച്ചിട്ടുണ്ട് എന്നതും പിതാവും കൂടി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ വെള്ളിയാഴ്ച വരെ കാക്കുക എന്നുള്ള നിലപാടിലേക്ക് വരുമ്പോൾ സ്കൂളിലേക്ക് ഇനി ആ കുട്ടി പോവില്ല, ഹൈക്കോടതിയുടെ നിലപാട് വരുന്നത് വരെ എന്നത് വേണം മനസ്സിലാക്കാനല്ലേ? ഹൈക്കോടതി കുട്ടി വെള്ളിയാഴ്ച ഒരു സ്കൂളിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ കോടതിയിൽ നിന്ന് തീരുമാനം എന്താണോ വരുന്നത് വരെ, കോടതിയിൽ നിന്ന് വിധി അതിൽ പ്രതികൂലമാവുകയാണെങ്കിൽ അവിടെ നിന്ന് TC വാങ്ങിച്ചുകൊണ്ട് മറ്റൊരു വിദ്യാലയത്തിലേക്ക് പോകാമെന്നതാണ്. അതേസമയം അനുകൂലമാവുകയാണെങ്കിൽ കുടുംബം അതിനനുസരിച്ച് ആനുപാതികമായി തീരുമാനം എടുക്കാമെന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ആ ദിവസം വരെയും കുട്ടി വിദ്യാലയത്തിലേക്ക് പോവുക ഇല്ല എന്നത് മാത്രമല്ല, TC വാങ്ങിക്കുന്നത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്കും അവർ വരുന്നില്ല. മുഴുവനായും ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇനി കുടുംബം സ്വീകരിക്കുന്ന തുടർ നടപടികൾ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുടുംബം ഇനി ഹൈക്കോടതിയുടെ നിലപാട് കൂടി അറിഞ്ഞതിന് ശേഷം തീരുമാനിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക്. അതുവരെ TC വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല, അതുവരെ മകൾ സ്കൂളിലും പോകുന്നില്ല എന്നുള്ള കുടുംബത്തിന്റെ തീരുമാനത്തിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ നിൽക്കും. ഏതായാലും പിതാവ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നത് പ്രിൻസിപ്പളുടെ വാക്കുകൾ കുട്ടിയെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു എന്നത് തന്നെയാണ്. ഈ ഒരു പ്രസ്താവന, പ്രത്യേകിച്ച് ഹിജാബ് ധരിച്ച് കുട്ടി സ്കൂളിലെത്തുന്നത് മറ്റു കുട്ടികളിൽ ഭയമുണ്ടാക്കുന്നു എന്നുള്ള പ്രിൻസിപ്പളുടെ പ്രസ്താവന മകളെ വല്ലാതെ വിഷമിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് പിതാവിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളിലേക്ക് പോകുന്നില്ല, TC വാങ്ങും എന്നുള്ളൊരു നിലപാടിലേക്ക് ആദ്യം എത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ തീരുമാനം മാറുന്നു. ഹൈക്കോടതിയുടെ തീരുമാനം കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമാകും TC വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ രീതിയിലേക്ക് കുടുംബം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഡാനി പോൾ നൽകുന്നത്. എന്തായാലും ഹർജി വെള്ളിയാഴ്ച ഹൈക്കോടതി പരിഗണിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശം.
ഗാസയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ തങ്ങളുടെ വീട് പരിശോധിക്കാനെത്തിയ ഒരു കുടുംബത്തിലെ 11 പേരെ വധിച്ചു. ഷെല്ലാക്രമണത്തിലാണ് ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഇവർ കൊല്ലപ്പെട്ടത്. എന്നാൽ ഇസ്രായേലിന്റെ അധീനതയിലുള്ള മേഖലയിലേക്ക് സംശയാസ്പദമായി എത്തിയ വാഹനത്തിന് നേരെയാണ് വെടിയുതിർത്തതെന്നാണ് സൈന്യത്തിന്റെ വിശദീകരണം. അജയ് സുധാ ബിജു ചേരും വിശദാംശങ്ങളുമായി. അജയ്, വീണ്ടും ഇസ്രായേൽ ലംഘിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ലംഘിക്കാനുള്ള ഒരു സാഹചര്യം എന്താണ്? ഹരി, വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് 8 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്ര വലിയൊരു ആക്രമണം നടക്കുന്നത്. ഇതിനു മുൻപേ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊഴിച്ചാൽ വലിയ തരത്തിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ മറ്റ് അക്രമ സംഭവങ്ങളോ ഒന്നും തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഒരു കുടുംബത്തിലെ 11 പേരെ ഒറ്റയടിക്ക് വധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ബസ്സിന് നേരെ ഷെല്ലാക്രമണം നടത്തിയതിനെ തുടർന്നാണ് 7 കുട്ടികളും 3 സ്ത്രീകളും ഉൾപ്പെടെ ഈ 11 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സെയ്തൂൺ മേഖലയിലേക്ക് തങ്ങളുടെ വീട്, ഈ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ തങ്ങളുടെ വീട് അന്വേഷിച്ച് വന്ന ഒരു കുടുംബത്തിലെ 11 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ സെയ്തൂൺ മേഖലയിൽ നിരവധി കെട്ടിടങ്ങളാണ് ഇസ്രായേലിൻ്റെ ഷെല്ലാക്രമണത്തെയും അതുപോലെ തന്നെ മിസൈൽ ആക്രമണത്തെയും തുടർന്ന് തകർന്നത്. ഇതിൽ തങ്ങളുടെ വീടിൻ്റെ അവശിഷ്ടങ്ങൾ, അവിടെ നിന്ന് മറ്റ് സാധന സാമഗ്രികൾ എന്തെങ്കിലും മിച്ചമുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അവിടേക്ക് കടന്നു വന്നത്. അപ്പോൾ ഈ ഒരു യെല്ലോ ലൈൻ, അതായത് ഈ വെടിനിർത്തൽ ഈ സമാധാന കരാർ പ്രകാരം നിശ്ചയിച്ചിരുന്ന യെല്ലോ ലൈൻ കടന്നാണ് ഈ കുടുംബം എത്തിയത്. അത് കാരണം ഈ ഇസ്രായേലിൻ്റെ അധീനതയിലുള്ള ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് കാരണമാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ് സൈന്യം നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പലസ്തീൻ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഈ വക്താവ് ഉൾപ്പെടെ ഈ വിഷയത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഹമാസ് പറഞ്ഞത് ഇസ്രായേൽ നടത്തിയത് കൂട്ടക്കൊലയാണ്, മനസാക്ഷിയില്ലാത്ത പ്രവൃത്തിയാണ് എന്നാണ് ഹമാസ് പറഞ്ഞത്. അതുപോലെ തന്നെ പലസ്തീൻ അധികൃതർ ഉൾപ്പെടെ ഈ കാര്യത്തിൽ പറയുന്നത് ഈ കുടുംബത്തിന് മറ്റെന്തെങ്കിലും തരത്തിൽ ഒരു വാർണിംഗ് നൽകണമായിരുന്നു, അല്ലാതെ ഷെല്ലാക്രമണം നടത്തിയല്ല ഇവരെ തിരിച്ചയക്കേണ്ടിയിരുന്നത് എന്നാണ് പലസ്തീൻ അധികൃതർ പറയുന്നത്. മറ്റെന്തെങ്കിലും രീതിയിൽ ഒരു വാർണിംഗ് നടത്തി കുടുംബത്തെ അവിടെ നിന്ന് തിരിച്ച് പറഞ്ഞു വിടാമായിരുന്നു. ഇത് ഷെല്ലാക്രമണത്തിലൂടെ അവരെ ഒന്നും നോക്കാതെ വധിക്കുന്ന ഒരു നിലപാടാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന്, ഒരു മനസാക്ഷിയില്ലാത്ത തീരുമാനമാണ് ഉണ്ടായത് എന്ന് പലസ്തീൻ അധികൃതർ ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ട് പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രിയാണ് ഇത്തരത്തിൽ ഈ 11 പേർ കൊല്ലപ്പെടുന്ന വലിയൊരു കൂട്ടക്കൊല നടന്നത്. ഇതിനിടെ ഇപ്പോഴും ഈ സമാധാന കരാർ പ്രകാരമുള്ള ഈ ബന്ദി കൈമാറ്റമെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോഴും മൃതദേഹങ്ങളുടെ കൈമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസ് ഇനിയും 18 പേരുടെ മൃതദേഹങ്ങൾ കൂടി ഇസ്രായേലിന് നൽകാനുണ്ട്. അതേസമയം ഈ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിൽ പ്രതിസന്ധിയുണ്ട്. അതിന് തക്കവണ്ണമുള്ള ഉപകരണങ്ങൾ തങ്ങൾക്ക് നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹമാസ് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ നിലവിൽ ആ ഒരു വിഷയത്തിൽ ഉൾപ്പെടെ തീരുമാനമായിട്ടില്ല. എന്തായാലും ഈ വെടിനിർത്തൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഒരു ആക്രമണം തന്നെയാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ഹരി, തന്നെയാണ് സാഹചര്യം. എന്തായാലും അജയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഈ ഒരു യെല്ലോ ലൈൻ ക്രോസ് ചെയ്തു എന്നതിൻ്റെ പേരിലാണ് ഇസ്രായേൽ സൈന്യം വധിച്ചത് എന്നുള്ളതാണ് അവർ നൽകുന്ന വിശദാംശങ്ങൾ. എന്തായാലും ഇത് തീർത്തും അനീതിയാണെന്നുള്ളതാണ് പലസ്തീൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ്. എന്തായാലും 8 ദിവസങ്ങൾക്ക് ശേഷം, ഈ വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷമുള്ള 8 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ എത്തുന്നത്. ഒരു കുടുംബത്തിലെ 11 പേരെ വധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. ബന്ദി കൈമാറ്റമൊക്കെ പൂർത്തിയായി എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു 11 പേരെ വധിക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തത്. അജയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ കായിക ലോകത്തിലേക്ക് വരുമ്പോഴേക്കും ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം രാവിലെ 9 മണിക്ക് പെർത്തിൽ ആരംഭിക്കും. 8:30 ടോസ് നടക്കും. ടോസ് ഇനി ഒരു 20 മിനിറ്റിനുള്ളിൽ ഏകദേശം ടോസ് ടൈം ആവും. വിരാട് കോഹ്ലിയും ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് ശേഷം ഇതാദ്യമായാണ് വിരാട്ടും രോഹിത് ശർമ്മയും ചേർന്ന് ഏകദിന മത്സരം കളിക്കുന്നത്. ഏകദിനത്തിൽ മാത്രം കളിക്കുന്ന വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ആദ്യമായിട്ടാണ് ശുഭ്മൻ ഗില്ലിന് കീഴിൽ കളത്തിലിറങ്ങുന്നതെന്ന പ്രത്യേകതയും കൂടിയുണ്ട്. ശുഭ്മൻ ഗില്ല് ഏകദിനത്തിൽ ക്യാപ്റ്റൻസി ബാറ്റ് അടിക്കുന്ന ആദ്യത്തെ മത്സരം കൂടിയായിട്ട് ഇന്ന് മാറും. പാറ്റ് കമിൻസ്, കാമറൂൺ ഗ്രീൻ, ആദം സാംബ തുടങ്ങി പ്രമുഖരില്ലാതെയാണ് ഓസ്ട്രേലിയ ഇന്ന് കളത്തിലിറങ്ങുന്നത് എന്നതും കൂടി ഉണ്ട്. എന്തായാലും കാത്തിരിക്കുകയാണ് ക്രിക്കറ്റിംഗ് ലോകം രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിയുടെയും ആ ഒരു ഇന്നിങ്സിനായിട്ട്. രോഹിത് അങ്ങനെ ക്യാപ്റ്റൻസി ബാൻഡൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു പ്ലെയറായി ഒരു ഏകദിനത്തിൽ കളിക്കുന്നു. ഒരു ഓപ്പണറായി വളരെ ഫ്രീ ആയിട്ട് രോഹിതിന് കളിക്കാൻ കൂടി ഒരു സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ വിരാട്ടിൻ്റെ ആ ഒരു മടങ്ങി വരവ്, അതിന് വേണ്ടിയിട്ടും കൂടി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റിംഗ് ലോകം. ആകാംക്ഷയോടെ കാത്തിരിക്കുക. 8:30 ടോസ്, 9 മണിക്ക് മത്സരം പെർത്തിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. നമ്മൾ ഈ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോവുകയാണ്. അഞ്ചൽ അലേമൺ സ്വദേശികളായ അരുൺകുമാറിന്റെയും രാഖിയുടെയും മകൻ അനന്തകൃഷ്ണയുടെ ജന്മദിനമാണെന്ന്. അനന്തകൃഷ്ണയ്ക്ക് ആശംസകൾ നേരുകയാണ്. ഹാപ്പി ബർത്ത്ഡേ
അനന്തകൃഷ്ണ ന്യൂസ് 18 ഭാഗത്ത് നിന്ന്. തിരുവനന്തപുരം കാട്ടാക്കട കള്ളിക്കാട് സ്വദേശി ശ്രീജിത്തിന്റെയും നെരുവാമൂട് സ്വദേശി ശില്പയുടെയും വിവാഹമാണ്. രണ്ടുപേർക്കും 1000 മംഗളാശംസകൾ നേർന്നുകൊണ്ട് സഹോദരിമാരായ ആതിര പ്രവീൺ, അശ്വതി ചന്ദ്രൻ, സ്വാതി വിജയൻ, ഒപ്പം കള്ളിക്കാടിലെ ഒരു കൂട്ടം സുഹൃത്തുക്കളും ചേരുകയാണ്. വളരെ നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. ഇരുവർക്കും വിവാഹം നടക്കാൻ പോവാണ്. ഹാപ്പി മാരീഡ് ലൈഫ് ആശംസിക്കുകയാണ് ന്യൂസ് 18 ഭാഗത്തു നിന്നും ശ്രീജിത്തിനും ശില്പയ്ക്കും. കോഴിക്കോട് നരിക്കുനി സ്വദേശിനി അഗന്യയുടെ ജന്മദിനം കൂടിയാണ് ഇന്ന്. 18ാം പിറന്നാളാണ് അഗന്യയുടേത്. അഗന്യയുടെ വളരെ അടുത്തൊരു സഹോദരി അല്ലെങ്കിൽ സുഹൃത്ത് ഭവ്യ ഇന്ന് നമ്മൾ ന്യൂസ് 18ന്റെ എല്ലാമായ ഭവ്യയുടെ പ്രിയ സുഹൃത്തും സഹോദരിയും കൂടിയാണ് അഗന്യ. എന്തായാലും അഗന്യയ്ക്ക് ഹാപ്പി 18. അങ്ങനെ ഒരു ടീനേജിന്റെ അവസാനത്തെ രീതിയിലേക്കും കൂടി അഗന്യ കാലെടുത്ത് വെക്കുന്ന ഒരു ദിവസം കൂടിയായിട്ട് മാറുകയാണ്. ഹാപ്പി ബർത്ത്ഡേ അഗന്യ. അങ്ങനെ നമ്മൾ രാവിലെ പൂർത്തിയാകുകയാണ്. എല്ലാതരം വാർത്തകളും നമ്മൾ രാവിലെയിലേക്ക് പോയി. ഇന്ന് വളരെ അധികം വാർത്തകൾ വരുന്ന ഒരു ദിവസം കൂടിയാണ്. ഞായറാഴ്ച ആണെങ്കിൽ പോലും വാർത്തകൾക്ക് യാതൊരു പഞ്ഞവും കൂടിയില്ല. അതായത് നമ്മൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ എത്രയോ വാർത്തകളിലൂടെ കടന്നുപോയി അല്ലെങ്കിൽ അങ്ങനെ എന്തായാലും വളരെ വാർത്തകൾ നിറഞ്ഞൊരു ദിവസവും കൂടിയായിരിക്കും ഇന്നുണ്ടാവുക. അതുകൊണ്ട് പ്രേക്ഷകർ തീർച്ചയായും ന്യൂസ് 18 തുടരുക. തുടർന്നുള്ള വാർത്തകളിലും ഒപ്പം തന്നെ ഉണ്ടാവുക. നമ്മൾ രാവിലെ പൂർണ്ണമാവുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോൾ കാണാം. നമസ്കാരം.